പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവെ അവിടുന്ന് പഠിക്കാനായിട്ട് കർത്താവെ അവിടുന്ന് കഴിഞ്ഞ ആളുകളെല്ലാം ഞങ്ങളുടെ വഴി നടത്തി. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണം. കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളനുസരിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട മാറ്റം വരുത്തി കർത്താവെ അവിടത്തേക്ക് അനുയോജ്യരായി തീരുവാൻ കർത്താവ് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ സഹായിക്കണമേ. കർത്താവ് ക്രിസ്താവിന്റെ ശബ്ദമെല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ കർത്താവെ കേൾക്കാനും ജയിക്കാനും ഒക്കെ ഉള്ള ഹൃദയോടെ ഞങ്ങൾക്ക് വരണം. സമർപ്പിക്കുന്നു. അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ പ്രാർത്ഥനയായി കേട്ട് ശ്രദ്ധിക്കുന്നു. പാട്ടുപുസ്തകത്തിലെ 94-ാമത്തെ പാട്ട് 94. വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. പാവനജീവനേകി പാവിയെ രക്ഷിപ്പാനായി ദാസവേഷം പൂണ്ടു പാരിൽ വന്ന നാഥ, പാവനജീവനേകി പാവിയെ രക്ഷിപ്പാനായി ദാസവേഷം പൂണ്ടു പാരിൽ വന്ന നാഥ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നാമം ഘോഷിക്കും ഞങ്ങൾ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നാമം ഘോഷിക്കും ഞങ്ങൾ. വന്നിടുക നീ ഞങ്ങൾ തന്മധ്യേ ആശിഷമേകിടാനായി. വന്നിടുക നീ ഞങ്ങൾ തന്മധ്യേ ആശിഷമേകിടാനായി. യേശുവിൻ നാമം മനോഹരം ആയതമാധുര്യം. വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. കർത്തനെ നിന്റെ ദേഹം കുരിശിൽ തറച്ചുവോ. നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നാമം ഘോഷിക്കും ഞങ്ങൾ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നാമം ഘോഷിക്കും ഞങ്ങൾ. വന്നിടുക നീ ഞങ്ങൾ തന്മധ്യേ ആശിഷമേകിടാനായി. വന്നിടുക നീ
ഞങ്ങൾ തൻ മധ്യേ ആശിഷമേകിടാനായി. യേശുവിൻ നാമം മനോഹരം ആയത്രമാധുര്യം. വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. പാട്ടുപുസ്തകത്തിലെ 317 പാട്ട് 317. ഒരുങ്ങി നിൽക്കാം വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുഗങ്ങൾ ഭൂകമ്പം പലവ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുഗങ്ങൾ ഭൂകമ്പം പലവ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂന്നിൽ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂന്നിൽ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ആകാശത്തിൻ ശക്തിയിളകുന്നതാ ഒരിതെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തിയിളകുന്നതാ ഭൂവിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു ജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ജനം പേടിച്ചു ജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ഒരുങ്ങിയിടാം. ലോകമോഹങ്ങൾക്കധീനരായി തീരുന്നതാ ഒരുങ്ങിയിടാം. മേഘാരുടയായി വന്നിടുമേ 10,000 പേരിലും സുന്ദരൻ താൻ. മേഘാരുടയായി വന്നിടുമേ 10,000 പേരിലും സുന്ദരൻ താൻ. തന്റെ കോമാളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമാളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരാവേശമടുത്തുപോയി.
മാലിന്യപ്പെടുത്തിടതോടിടുക മണവാളൻ വരാവേറ്റമടുത്തിപോയി മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവതിൻ താമസമേറയില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന 2 Corinthians 11 ആയിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നു രാജു? എല്ലാ ദിവസവും കഥ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നും ഇത് തന്നെയാവും അല്ലേ? ഇവിടം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് ഒന്ന് റീകളക്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പോൾ എല്ലാ വീക്കും സെയിം ആവും. വിജയൻ എന്തായാലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ഒരു ക്രൂഷ്യൽ പോയിന്റ് ചിന്തിക്കുന്നത്. പക്ഷെ അത് എന്തായിരുന്നു ജൂണി ചിന്തിച്ചുകൊണ്ടിരുന്നത്? പാമ്പോ? അതെ, എക്സാക്ട്ലി. സർപ്പം കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ സംശുദ്ധമായ ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ വഴിപിഴപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് ഇനി വീണ്ടും പറയുന്നില്ല. ഇപ്പൊ ഐ എം ആസ്കിങ് എ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ചിന്തകൾ വഴിപിഴപ്പിക്കപ്പെട്ടാൽ അതിന്റെ കൺസീക്വൻസ് എന്തായിരിക്കും ബെറ്റ്സി? അല്ല, അത് ജനറൽ സ്റ്റേറ്റ്മെന്റാ. സ്പെസിഫിക്കലി അവിടെ പറഞ്ഞേക്കുന്നത് അത് ചിന്തകൾ വഴിപിഴപ്പിക്കപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി വരുന്ന കൺസീക്വൻസ് എന്തായിരിക്കും? എന്താണ് ഈ എന്താ പറയുന്നത്? പഠിപ്പിക്കുന്ന സ്ഥലവും ഒന്ന് പഠിപ്പിക്കുന്ന, ഞാൻ സ്കൂളിലെ ടെർമിനോളജി ഉപയോഗിക്കുന്ന കേട്ടോ. അത് ആ സ്ഥലം ഒന്നും എടുത്തൊന്നും നോക്കുന്നതല്ല. അല്ല, ഇപ്പം എടുക്കാനല്ല ഹോംവർക്കായിട്ട് നോക്കാത്തതുകൊണ്ടാണ് അതിന്റെ കൺസീക്വൻസ്. എന്താ ദർശൻ? അതായത് ചിന്തകൾ വഴിപഴിപ്പിക്കപ്പെട്ടാൽ അവിടെ പോള് പറയുന്നത് ഒരു ഇമ്മിനന്റ് ഡേഞ്ചർ പറയുക. എന്താ ഡേഞ്ചർ? എന്താ ജോലി? എന്താ അച്ഛൻ പറ. അത് തന്നെ അങ്ങനെയാണല്ലോ. അല്ല, അവിടെ പോള് ഭയങ്കരമായിട്ട് വാൺ ചെയ്യുക. അതായത് ചിന്തകൾ വഴിപഴിപ്പിക്കപ്പെട്ട. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ ചിന്തകള് ക്രിസ്തുവിനോട് എങ്ങനെയെങ്കിലും വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ചാൽ മതി എന്നാണോ? ആണോ? എങ്ങനെ ചിന്തിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്? അതായത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോയാൽ, ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ ലൈഫ്, ഇതാ കർത്താവ് പറഞ്ഞേ. കർത്താവ് പറഞ്ഞ, വേറെ ആരും പറഞ്ഞതല്ല. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ചെറുതുമാണ്, കണ്ടെത്തുന്നവരോ നമ്മൾ വിചാരിക്കരുത്. ഇപ്പൊ ലോകത്തില് നോക്ക്, 150 കോടിയോ ഇത്രയൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുണ്ട്. നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ കണ്ടീഷൻ എന്താന്ന്. അത്രേ ഉള്ളൂ. കർത്താവിനെ അറിയുന്നു എന്ന് പറയുന്നവർ തന്നെ, മീൻസ് നോട്ട് ഈവൻ 1/4 ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഇല്ല. അതിൽ തന്നെ ഉള്ള ആൾക്കാരുടെ കാര്യം നമുക്കറിയാം. ആൾക്കാരോട് സുവിശേഷം പറയുമ്പോൾ അതിനുള്ള ടെൻഡൻസി എന്താണെന്ന് വി നോ ഇറ്റ്. ഇനി അക്സെപ്റ്റ് ചെയ്തു രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരുടെ ലൈഫ് വി നോ. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവർ എത്രയുണ്ടാവും? രക്ഷിക്കപ്പെടുന്നവരെന്ന് ഞാൻ പറഞ്ഞത് ഈ രക്ഷിക്കപ്പെടുന്നു പറയുന്നതല്ല, അങ്ങോട്ട് കടക്കുന്നവർ, മീൻസ് ദൈവത്തോടു കൂടി ആകുന്നവർ. ഇതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. ഇത് കണ്ടെത്തുന്നവരും. എന്താ, കർത്താവ് മോശമായിട്ടാണോ? കർത്താവിന്റെ മാർഗം മോശമായിട്ടാണോ? ആണോ? ആൾക്കാർക്ക് താല്പര്യമില്ല. കർത്താവ് ആ സ്ഥലം എടുക്കാനല്ല, അപ്പം അതിലും പോകണ്ടെന്ന് കരുതിയ. കർത്താവ് പറയുന്നുണ്ട്, എന്താ പറയുന്നത്, രാജാവ് വലിയൊരു വിരുന്നൊരുക്കി, എന്നിട്ട് സേവകരെ വിരുന്ന് വിളിക്കാനായിട്ട് വിട്ടു. നമുക്ക് ആലോചിച്ച് ഫ്രീ ആയിട്ടുണ്ടാക്കി. കാരണം ഒരു പൈസ കൊടുക്കണ്ട, പോയി കഴിച്ചാൽ മതി. സെയിം സാൽവേഷനെ കുറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു, എല്ലാം പൂർത്തിയായി എന്നുള്ളതല്ല. ദാറ്റ് ഈസ് ദി ലാസ്റ്റ് വേർഡ് ഓൺ ദി ക്രോസ്. കർത്താവിന്റെ ഇവിടെ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ലാസ്റ്റ് റെക്കോർഡഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞേക്കുന്നത് മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള എല്ലാം ഫിനിഷ്ഡായി. ഇനി ജസ്റ്റ് ഇൻഹെറിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അവിടെ 3 കാര്യം എഴുതുന്നുണ്ട്. ഒരാൾ പറഞ്ഞു, എന്താ മൂന്നുപേര് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? വയൽ മേടിച്ചു, അല്ലെങ്കിൽ അത് കല്യാണം കഴിച്ചു, പിന്നെ കാളയെ അവരാരും വന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കാര്യം നമ്മൾ അറ്റ്ലീസ്റ്റ് അറിയേണ്ടതാ. ഈ രക്ഷിക്കപ്പെട്ടെന്നൊരു സാക്ഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടോ ഈ കർത്താവ് അവിടെ പോള് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കൊറിന്തോസുകാർ നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയപ്പെടാൻ കാരണം അവരുടെ ചിന്തകൾ
എങ്ങനെ വഴിപഴിപ്പിക്കപ്പെടും? നമ്മളെല്ലാം കർത്താവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, ഇല്ലേ ബെറ്റ്സി? വല്ലപ്പോഴൊക്കെ നമ്മൾ ബൈബിൾ വായിക്കും, ഇറ്റ്സ് ട്രൂ. പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന സ്ഥാനമാണ് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ പറഞ്ഞ ക്രിസ്തുവിനോടുള്ള അല്ല, അവിടെ ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വേർഡ് ഉണ്ട്. എന്താ ബിനുവിന്റെ മുഖം കാണാൻ പാടില്ല, അതുകൊണ്ട് ബിനു എന്താ ബിനു അവിടെ ഒരു ക്രൂഷ്യൽ വേർഡ് എന്താ? ഏകാഗ്രത. ബിനു ഇത്ര സീരിയസ് ആയിട്ട് ഈയിടെയായിട്ട് ബൈബിൾ പഠിക്കേണ്ടത് തോന്നുന്നു. കാരണം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് പറയുന്നു. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ വേർഡ് എന്ന് പറഞ്ഞാൽ ഏകാഗ്രത എന്നാ. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ ജോണി ഏകാഗ്രത എന്ന് പറഞ്ഞാൽ? അല്ല, കോൺസെൻട്രേഷൻ എന്നുള്ളതല്ല. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഇച്ചിരി അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. എന്താ ഏകാഗ്രത? എന്താ മലയാളം? എന്താ വെച്ചാൽ അല്ലല്ല, ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഏകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ? ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ആലോചിച്ചേക്കും, നമ്മൾ ചിന്തിക്കരുത് ഈ എല്ലാവരും സ്വർഗത്തിൽ പോകാൻ രക്ഷപ്പെടുക എന്ന് വിചാരിക്കരുത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നമുക്കുണ്ടോന്ന് പറഞ്ഞാൽ ഒള്ളി വൺ അംബിഷൻ ഇൻ ദി ലൈഫ്. അങ്ങനെ ജീവിച്ചവർ അപ്പസ്തോലന്മാര്, ഏർലി ക്രിസ്ത്യൻസ് ഒക്കെ അവരുടെ ഒരു ഷോർട്ട് കമ്മിങ്സ് എഴുതിയെന്ന് കരുതി അവരുടെ ഭക്തിയിലും ഡിവോഷനിലും ഒന്നും ഇപ്പോൾ കൊറിന്തോസ് സഭക്കാർക്ക് ഒത്തിരി ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ആ ഒരു ഷോർട്ട് കമ്മിങ്സിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞല്ല പോൾ അവരോട് പറഞ്ഞാണോ? ഇപ്പോൾ കൊറിന്ത സഭയിൽ ആദ്യം കൊറിന്ത സഭയോട് പോൾ പറയുകയാണ്, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, വിശുദ്ധരാണെന്നൊക്കെ പറഞ്ഞല്ലേ അഡ്രസ്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൊറിന്ത സഭയെ തന്നെ അതിലേക്ക് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മുഖവരിയായിട്ട് പറയുന്ന അവരോട് മെനി ടൈംസ് പറഞ്ഞ് നിങ്ങൾ ഡിസീവ്ഡ് ആകരുത് അല്ലേ പറയുന്നില്ല. പറയുന്നത് ഡിസീവ്ഡ് ആയത് അധർമ്മികളുടെ സ്വർഗത്തിൽ പോകത്തില്ല. അല്ലെങ്കിൽ അതിനകത്ത് ഒരാൾ വ്യഭിചാരം ചെയ്ത ആളെ ഈ കൂട്ടത്തിൽ നിന്ന് അപ്പം തന്നെ പുറത്താക്കി പോകും. കാരണം ഈ ഒരുത്തിന് ഇവിടെ ഇരുന്നാൽ എല്ലാവരും ചീത്തയിലേക്ക് നയിക്കും, അല്പം പുളിമാവ് മുഴുവനും നശിപ്പിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, കൂതാശകൾ സ്വീകരിച്ചു, അന്ത്യകുർബാന കൈക്കൊണ്ടു, രോഗി ലേപനം സ്വീകരിച്ചു, അന്ത്യകൂതാശകൾ സ്വഭാവത്തോടെ സ്വീകരിച്ചു. നമ്മളിത് ഭയത്തോടെ ഓർക്കാൻ വേണ്ടി പറയുന്നുള്ളൂ, ആരെയും പേടിപ്പിക്കാനല്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടാൽ കർത്താവ് പറഞ്ഞു ഈ ലോകം മുഴുവൻ നേടിയാലും നിത്യത നഷ്ടപ്പെട്ടാന്നുള്ളൂ. എന്നാലും നമുക്ക് ലോക മഹാമാരി അറിയാം. ഇന്ദിരാഗാന്ധി ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ട്, രാജീവ് ഗാന്ധി ഭരിച്ചിട്ടുണ്ട്. ഇനി വലിയ ഫിലിം വേൾഡ് എടുത്താൽ പ്രേം നസീർ വലിയ ഹീറോ ആയിരുന്നു. അല്ലെങ്കിൽ ഇനി പുരാതന കാലത്തെ ആൾക്കാരെ എടുത്താൽ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ജീവിച്ചിട്ടുണ്ട്, സോക്രട്ടീസ് ഉണ്ട്, പ്ലേറ്റോ ഉണ്ട്, നെപ്പോളിയൻ ഉണ്ട്. ഇവർ ഇതെന്താ അവർ ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ടില്ലെങ്കിൽ എന്താ, വാട്ട് ഈസ് ദെയർ ഫേറ്റ്? നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നതല്ല, ബൈബിൾ വിശ്വസിക്കുന്നതനുസരിച്ച് they must be suffering in hell. അത് ഇൻഡിവിജ്വലിനെ ഉദ്ദേശിച്ചല്ല, ഇൻഡിവിജ്വലിന്റെ ഫെയ്ത്ത് പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല. അപ്പൊ അവര് നമ്മൾ വായിക്കും, ധനവാന്റെ ലാസറിന്റെ മുമ്പേ കർത്താവ് പറഞ്ഞതാ, ഞാനോ ഈ പീഡനത്തിന്റെ സ്ഥലത്താണ്. ലാസറിനോട് കൈവരിൽ ഒരു തുള്ളി വെള്ളം എന്റെ നാവിലൊന്ന് നനച്ചു തരാൻ ആവശ്യപ്പെടുന്നു. കർത്താവ് പറഞ്ഞു, നുണയാന്ന്, ഞാൻ വിശ്വസിക്കുന്നില്ല. നോ, ഐ കനോട്ട് അൺബിലീവ് മൈ ലോർഡ്, ഐ ബിലീവ്. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾ. അതുകൊണ്ടാണ് മൈ ലൈഫ് ഈസ് ടോട്ടലി ചേഞ്ച്. കർത്താവിലോട്ട് വന്നതിന് ശേഷം എൻ്റെ ജീവിതം ടോട്ടലി മാറി. എൻ്റെ അതിനു മുമ്പുള്ള ലൈഫും അതിനുശേഷമുള്ള ലൈഫും തമ്മിൽ അബ്സല്യൂട്ട്ലി ഒരു ബന്ധമില്ല, ഒരു കണക്ഷനും ഇല്ല. രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇത് ആക്ഷരികമായിട്ട് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം മരിച്ചു കഴിഞ്ഞൊരു എറ്റേണിറ്റി ഉണ്ടെന്നും ഈ കർത്താവ് പറയുന്ന പോലെ ജീവിച്ചില്ലെങ്കിൽ ഇന്ന് ഹെല്ലി ചെല്ലുന്നു. ഇനി ഫൈനൽ ഡെസ്റ്റിനി എന്താ? ഈ ഹെല്ലില്ലാതാവും കുറെ കഴിയുമ്പോൾ. ഫൈനൽ ഡെസ്റ്റിനി എന്താ ബിനു? എന്താ? ഇതൊക്കെ ബൈബിളിലെ ജനറൽ ബേസിക് കാര്യങ്ങളാ. എന്താ ബിജൻ? ഫൈനൽ, അതെ, തീയും ഗന്ധവും എരിയുന്ന തീ തടാകം. അത് ഈ ഹെല്ലൊക്കെ അവസാനിക്കാൻ പോകുന്നു. തീയും ഗന്ധവും എരിയുന്ന തീ തടാകം. നോക്ക്, നമ്മളൊരു കൈ കൊള്ളുമ്പോൾ ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളാ. പക്ഷെ ദർ ഈസ് നോ സൊല്യൂഷൻ. ഇത് എറ്റേണൽ ആയത്. ഇപ്പം മനുഷ്യൻ ഈ 70-80 വർഷമല്ലേ മനുഷ്യൻ പാപം ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ മാക്സിമം. ഈ 80 അല്ലെ 100 വർഷത്തെ അതിൽ കൂടുതലും പാപം ചെയ്യില്ല മനുഷ്യൻ. ബട്ട് വാട്ട് ഈസ് ദി റിവാർഡ്? ശരി, 80 വർഷം പാപം ചെയ്തതിന് 80,000 years ഹെല്ലാണ്. ഈസ് ഓൾ റൈറ്റ്, യു ക്യാൻ കം ഔട്ട്. ബൈബിൾ എന്താ പറയുന്നത്? എറ്റേണൽ ജഡ്ജ്മെന്റ്. അതേ പറഞ്ഞു, ഈ സാധനം ഒന്നും ആദ്യം തലയിലേക്ക് ശരിക്കും കയറേണ്ട പോലെ കയറുന്നില്ല. എങ്കിൽ ലൈഫ് ചേഞ്ച് ചെയ്യും. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ലൈഫ് അതിനു മുമ്പുള്ള ലൈഫും ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ ഒരു ബന്ധമില്ല. ആള് അതുപോലെ തന്നെ ഇരിക്കുന്നു, ബട്ട് തലയ്ക്കകത്ത് അതിനു മുമ്പുള്ള മനുഷ്യനും ഇപ്പോഴത്തെ മനുഷ്യനും തമ്മിൽ യാതൊരു ബന്ധമില്ല. അബ്സല്യൂട്ട്ലി നോ റിലേഷൻ.
ലൈഫ് അംബീഷൻസ് എല്ലാം മാറിപ്പോയി, ടോട്ടലി മാറിപ്പോയി. പക്ഷേ ദുഃഖകരമായിട്ടുള്ളൊരു സത്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ബൈബിളിൽ വിശ്വസിക്കുന്നു അല്ലെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ആൾക്കാരുടെ ലൈഫിൽ ഞാൻ എന്നോട് കമ്പയർ ചെയ്യുന്നില്ല, എന്നാലും ഒരു എന്താ പറയുന്നത്, ഒരു SLCക്ക് 210 മാർക്ക് കിട്ടിയാൽ ജയിക്കും, ഒരു പാസ് മാർക്ക് അറ്റൈൻ ചെയ്യുന്നതായിട്ട് പലപ്പോഴും തോന്നാറില്ല. ദുഃഖകരമെന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയം തോന്നും. പോൾ ഒരു സ്ഥലത്ത് തീത്തോസിനോട് പറയുന്നുണ്ട്, തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവർ ദൈവത്തെ അറിയുന്നു എന്ന് നടിക്കുന്നെങ്കിലും ജീവിതം കൊണ്ട് അതിനെ നിഷേധിക്കുകയാണ്. കാരണം ഇറ്റ്സ് എ ഷോർട്ട് ജേണി. ഇപ്പൊ എറ്റേണിറ്റി ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്. എന്തെങ്കിലും ഉണ്ടോ? ഒരു വാല്യൂം കൊടുക്കാൻ പറ്റത്തില്ല. എനിത്തിങ് ബൈ എറ്റേണിറ്റി ഈസ് എന്താ? സീറോയാ. അതായത് ഇവിടുത്തെ ലൈഫ് സീറോയാ. കാരണം ഒരു നിത്യതയുമായിട്ട് തട്ടിച്ച് നോക്കും. അതുകൊണ്ടാണ് പോള് പറയുന്നത്, അതായത് ഇവിടെ വർത്തമാനകാലത്തെ ദുരിതങ്ങൾ വരാനിരിക്കുന്ന ലൈഫുമായിട്ട് തട്ടിക്കും. ഇറ്റ്സ് നത്തിങ്. കാരണം നമുക്കൊരു കർത്താവിന് വേണ്ടി ഒരു കഷ്ടമല്ല ബുദ്ധിമുട്ടികൾ നമ്മൾ കടന്നു പോയാൽ അത് ബൈബിൾ പറയുന്നത് അതൊരു എറ്റേണൽ ഗ്ലോറി ഉണ്ടാക്കുക നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ 2 Corinthians 11 അധ്യായത്തിലെ പാമ്പ് ചെയ്യുന്ന കാര്യം എന്താ? എന്ത് ചെയ്യുന്ന പോള് പേടിക്കുന്നത് എന്താ? അല്ല, കൗശലം കൊണ്ട് എന്താ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? ചിന്തകൾ അല്ല, ചിന്തകൾക്ക് മുമ്പായിട്ട് ദൈവം ഡിമാൻഡ് ചെയ്യുന്നത് എന്താ? നമ്മൾ ഏകാഗ്രതയാണ്. ഈ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളത്തിൽ നല്ലപോലെ പറഞ്ഞ തിരിച്ചു പറയാൻ അറിയത്തില്ലെങ്കിലും ഏകം എന്നുള്ള അർത്ഥം നമുക്കറിയാം. അതായത് ഏകം എന്ന് പറഞ്ഞാൽ ഒന്നെന്ന, ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒൺലി വൺ ചിന്തയോടുകൂടി ജീവിക്കുക എന്നാണ്. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ട് 21ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റീസ് എന്താ പറയുന്നത്, കോമഡിയാ. സത്യത്തിൽ കോമഡി. എല്ലാവരും വിചാരിക്കുന്നത് അവരൊക്കെ രക്ഷിക്കപ്പെട്ടതാ. ആരെ സർട്ടിഫൈ ചെയ്തേക്കുന്നത് രക്ഷിക്കപ്പെട്ടതാ? ബൈബിൾ ആരെയും സർട്ടിഫൈ ചെയ്യുന്നില്ല. ബൈബിളിൽ എഴുതിയേക്കുന്ന അവരുടെ ജീവിത അന്ത്യം പരിഗണിച്ചിട്ട് അവരുടെ വിശ്വാസം അംഗീകരിക്കാൻ. അതായത് എൻഡിൽ അറിയുന്ന ആരെ പോൾ പറയാം. പോളിനോടും വീരന്മാരല്ലോ നമ്മളാരും. എന്താണേലും പോളിന്റെ കാലെ പിടിക്കാനുള്ള ശേഷി ഞാൻ. പോള് പറയാണ് ഐ മേ ലൂസ്, പറയുന്നില്ലേ, ഞാൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് പോള് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല. നോ, വി ആർ ഓൾ നമ്മൾ എൻഷർ ചെയ്തേക്കുന്ന സ്വർഗത്തിൽ അല്ലേ? അങ്ങനെയല്ലേ പൊതുവെ? സ്വർഗത്തിൽ പോകില്ല എന്ന് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. ജാതി മത വർഗ വർണ്ണ ഭേദമെന്നേ അവരെല്ലാവരും വിശ്വസിക്കുന്ന സ്വർഗത്തിൽ പോകുക. എല്ലാവരും ജാതി മത വർഗ വർണ്ണ ഭേദമെന്നേ. അതായത് നമുക്ക് നിത്യത നഷ്ടപ്പെടും അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന ആരെയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആരെയും കണ്ടിട്ടില്ല. ഞാൻ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ മരിച്ചപ്പം ഈ ശവടക്കാൻ നേരത്ത് പറഞ്ഞെന്ന്. അതൊരു അന്ധവിശ്വാസമായിട്ടുള്ള ബന്ധത്തിലാണ്. എല്ലാവരും കുഴിച്ചിടുന്നേക്കാൾ ഒരടി എൻ്റെ ശവക്കുഴിക്ക് കൂടുതൽ ആഴം ഇട്ടിട്ട് വേണം കുഴിച്ചിടാൻ. എല്ലാവരെക്കാൾ ഒരടി താഴ്ത്തി കുഴിച്ചിടുന്നു. കാരണം ഈ കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ വീണ്ടും ശവടക്കാൻ വേണ്ടി വീണ്ടും കുഴിക്കില്ലേ? അതായത് ഞാൻ എന്താണേലും ചെയ്യില്ല, മീൻസ് അങ്ങനെ ആൾക്കാരങ്ങനെ പറയാറില്ല, ചത്താലും ചെയ്യാത്ത പോലത്തെ വിക്കറ്റ് ലൈഫായിരുന്നു. അങ്ങനെയൊക്കെ ചുരുക്കം ചില ആൾക്കാരെ അങ്ങനെയൊക്കെ എനിക്കെന്താണെങ്കിലും ഗതിയില്ല എന്ന് വിശ്വസിക്കുന്നു. അതർവൈസ് എവരിബഡി ബിലീവ്സ് ദാറ്റ് ദേ വിൽ ഗോ ടു ഹെവൻ. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കത്തോലിക്ക സഭ വിട്ടു, യാക്കോബ സഭ വിട്ടു, മർത്തോമ സഭ വിട്ടു, അബ്സല്യൂട്ട്ലി ദൈവസന്നിധിയിൽ ഒരു വാല്യൂ ഇല്ലെന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ വിചാരിക്കും നമ്മളെന്തോ വലിയ കാര്യം ചെയ്തെന്ന് ഇല്ലേ? ഇത് കർത്താവ് അല്ലെങ്കിൽ ദൈവം മനുഷ്യന് വേണ്ടി ചെയ്തതുമായിട്ട് തട്ടിനത്തിങ്. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കഷ്ടം സഹിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് ഈ ഒരു ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഈ ഒരു ഡിവോഷൻ മാത്രമേ ഉള്ളൂ, ഡിവോഷൻ ഓഫ് ദി ഹാർട്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിനുള്ള ഏകാഗ്രത നമുക്കില്ല. നമ്മൾ ഞായറാഴ്ച ഓർക്കും, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഓർക്കും. അവിടെ പോൾ അതുകൊണ്ടാണ് പ്രത്യേകം അവിടെ പറഞ്ഞേക്കുന്നത്, ഏക പുരുഷന് നിർമ്മലയായ ഒരു കന്യകയെ എന്ന പോലെ ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് നിശ്ചയം ചെയ്തു കൊടുത്തു. കാരണം ഇത് ഹ്യൂമൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹ്യൂമൻ കൾച്ചർ എടുത്താൽ എല്ലായിടത്തും ഈ സ്ത്രീ പുരുഷ അട്രാക്ഷനും അല്ലെങ്കിൽ കാമുകന്മാരുടെ ബന്ധം ഈ ഹൃദയത്തിന്റെ കോൺകറിങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ സെക്കുലർ കവികൾ പാടിയിട്ടുണ്ട്, ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലേ. നമ്മൾ യാക്കോബിനെ കുറിച്ച് വായിക്കുന്നതല്ലേ, യാക്കോബിനെ കുറിച്ച് എന്താ വായിക്കുന്നത്? എന്താ വായിച്ചിട്ടുണ്ടോ യാക്കോബിന്റെ? യാക്കോബിനെ വായിച്ചില്ലേ? യാക്കോബ് ബൈബിളിലെ ഫേമസ് ആണല്ലേ. 2 ഭാര്യ ഉണ്ടായിരുന്നല്ലോ യാക്കോബ്.
യാക്കോബിന് ലിറ്ററലി 4 ഭാര്യമാരുണ്ടായിരുന്നു. യാക്കോബിനെ കുറിച്ച് എന്താ ജോണി വായിച്ചത്? എന്താ ബിനു? ബെറ്റ്സി അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല. ഉൽപ്പത്തി വായിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി എല്ലാവരും വായിക്കേണ്ട ബുക്കാട്ടും. പഴയ മുഴുവൻ വായിച്ചില്ല. ഉൽപ്പത്തി ഒരു ബുക്ക്, കാരണം അതെല്ലാത്തിൻ്റെ ഉൽപ്പത്തിയാണ്. അതിനകത്ത് എല്ലാത്തിനും അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബിന് റേച്ചലിനോടുള്ള പ്രേമം നിമിത്തം ഈ 14 വർഷമൊന്നും അറിഞ്ഞില്ല. ഏകാഗ്രതയത് ബൈബിളിലായി എഴുതിയേക്കുന്നത് നമുക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തില് ഇങ്ങനെ നമ്മുടെ ലൈഫ് കടന്നു പോകുന്നു അറിയാതെ ആ ഒരു സ്റ്റേറ്റിൽ എത്തിയില്ലേ. നമ്മൾ ദുഃഖത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ രക്ഷപ്പെടില്ല. കാരണം ഇതിനൊരു ഒരു ബെഞ്ച് മാർക്ക് ദൈവം വെച്ചിട്ടുണ്ട് രക്ഷപ്പെടാനായിട്ട്. അല്ല നമ്മൾ വിചാരിക്കരുത് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ നമ്മൾ ലോകത്തിന് വേണ്ടി ജീവിച്ചു. നമ്മുടെ ഏകാഗ്രത ലോകത്തിലെ അംബീഷൻസിലാണ്, ലോകത്തിൽ പൈസ ഉണ്ടാക്കുന്നതിലാണ്, ലോകത്തില് സെറ്റിൽമെന്റിലാണ്, ലോകത്തില് കാര്യങ്ങൾ സെറ്ററേറ്റ് ചെയ്യുന്നതിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഇനി ശരി ജോലി ചെയ്യാൻ പറ്റാതാകുന്ന കാലത്ത് അന്നേരം കൂടെ ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ലൈഫ് അങ്ങ് സെക്യൂർ ചെയ്യുന്ന അല്ലെ നമ്മുടെ ഇവിടുത്തെ ലൈഫ് സുരക്ഷിതമാക്കാനുള്ള എല്ലാ ബുദ്ധിയും പ്രയോഗിച്ച് വരാനിരിക്കുന്ന രാജ്യത്തേക്ക് കയറുമെന്ന് വിശ്വസിക്കുന്നത് മൗഢ്യം എന്നേ പറയാൻ പറ്റും. അങ്ങനെ ജീവിച്ചവരല്ല നമ്മൾ ബൈബിളിൽ കാണുന്ന കഥാപാത്രങ്ങൾ. അല്ല, അവർ കർത്താവിന് വേണ്ടി ജീവിച്ചവരാ. അപ്പോൾ ഈ കർത്താവിന് വേണ്ടിയുള്ള വഴി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ബട്ട് നാരോ. ഇപ്പൊ സ്കൂട്ടർ ഓടിക്കാൻ എന്തൊരു വീതി വേണം? വലിയ ഫ്രീ വേയുടെ ആവശ്യമുണ്ടോ? ഇല്ല, ചെറിയ വീതി. ഇത് ഇത്ര വീതി ഉണ്ടെങ്കിലും ഓടിക്കാൻ ഇഫ് യു ആർ കോൺഫിഡന്റ് അല്ലേ, ഇത്ര വീതി മതി. സെയിം വേ കർത്താവിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിത മാർഗം എന്ന് പറയുന്നത് ഈസി. കർത്താവ് പറഞ്ഞ ഈസിയാണ്, നമ്മൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പറ്റില്ല. ഇത് എളുപ്പമാണ് കർത്താവ് പറഞ്ഞു. ഈസിയാണ്, ബട്ട് കുറച്ച് പേരെ കണ്ടെത്തുള്ളൂ. അതിന് ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിന് പൊട്ടൻഷ്യൽ എനിമീസ് ഉണ്ട്. ഈസിയാണ്, ബട്ട് പവർഫുൾ എനിമീസ് ഉണ്ട് നമ്മളെ ജീവിപ്പിക്കാതിരിക്കാൻ. നമ്പർ 1 എനിമി ഏതാണ്ടോ? നമ്പർ 1 എനിമി നമ്മൾ തന്നെയാ. ദി മാൻ ഇൻസൈഡ്. 2 പിശാച്. 3 ലോകം. ലോകം എന്ന് നമ്മൾ പറയുന്നത് ഗ്ലോബ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബ് അല്ല. ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ദ്വീപ് അല്ല. ലോകത്തിന് അല്ല, നമ്മളത് ഇത്തിരി നമ്മളൊന്ന് ചിന്തിച്ചതാ ഡീറ്റെയിൽ ആയിട്ട്. ലോകത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് 2 ലോകമുണ്ട്. അപ്പൊ ഇവിടെ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്. ഒന്ന് കർത്താവിന്റെ ലോകം, ഒന്ന് പിശാചിന്റെ ലോകം. കർത്താവിന്റെ ലോകത്തിൽ അല്ലാത്തതെല്ലാം ലോകമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ അണ്ടറിലല്ലാത്ത എവറിത്തിങ് നമുക്കെതിരാ. അതായത് കർത്താവ് ഈ കിങ്ഡത്തിനെതിരായിരിക്കുമല്ലോ നാച്ചുറലി. പിശാചിന്റെ രാജ്യം, കർത്താവിന്റെ രാജ്യം. പിശാചിന്റെ രാജ്യം കർത്താവിന്റെ രാജ്യം തമ്മിൽ വാർഫെയറിലാണ് എപ്പോഴും, ഓൾവേസ്. അപ്പോൾ നമ്മൾ കർത്താവിന്റെ രാജ്യത്തിലോട്ട് കയറുമ്പോൾ പിശാചിന്റെ രാജ്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനിമിയാവും. ഇപ്പൊ നോക്കിപ്പോ ഇപ്പൊ ഗൾഫിലൊക്കെ ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാം, ചിലപ്പോൾ സംടൈംസ് ചിലപ്പോൾ ഒരു പാകിസ്ഥാൻകാരൻ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കും. ഇല്ല, ചിലപ്പോൾ കാണും, എനിക്കറിയത്തില്ല. കേട്ടിട്ടുണ്ട് പാകിസ്ഥാൻകാര് ഗൾഫിൽ നല്ല ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ആ പാകിസ്ഥാൻകാരൻ ഫ്രണ്ടായി. പക്ഷെ പാകിസ്ഥാനും ഇന്ത്യയും കൂടെ യുദ്ധം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവര് തമ്മിൽ യുദ്ധം. മീൻസ് വഴക്കുണ്ടാക്കുന്നല്ല. കാരണം പാകിസ്ഥാൻകാരൻ പാകിസ്ഥാന്റെയാണ്, ഇന്ത്യക്കാരൻ്റെയാണ്. അവർ ഗൾഫിൽ വളരെ സുഹൃത്തുക്കളായിരിക്കും, ബട്ട് ദർ കൺട്രീസ് ആർ ഫൈറ്റിംഗ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിന്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വേറൊരു കിങ്ഡമായിട്ട് ഓട്ടോമാറ്റിക്കലി ആർ ഇൻ വാർഫെയർ. എനിക്ക് പിശാചുമായിട്ട് ഒരു എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? കർത്താവിന്റെ രാജ്യത്തിലേക്ക് കയറിയ ഓട്ടോമാറ്റിക്കലി പിശാച് എനിമിയാവും, വാർഫെയർ അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ സെയിം വേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ക്രിസ്തുവിനോട് ഈ യാക്കോബിന്, ഇപ്പൊ നമ്മൾ യാക്കോബിനെ റേച്ചലിനൊന്നും കണ്ടിട്ടില്ല. ഈ യാക്കോബിന് റേച്ചലിനോട് ഉണ്ടായിരുന്ന പ്രേമം, നമുക്കെല്ലാം ലോകത്തിൽ ജീവിക്കുന്നവരും തലയും ബുദ്ധിയൊക്കെ ദൈവം തന്നിട്ടുണ്ടല്ലോ, അത്ര ഒരു പ്രേമം എങ്ങനെ കർത്താവിനോടുണ്ടോ ബിനു? അപ്പൊ ഇങ്ങനെ ദിവസങ്ങളും കാലങ്ങളും ഒക്കെ അറിയാതെ ഇങ്ങനെ കടന്നു വഴി കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്ന അല്ല, എല്ലാവർക്കും ഉണ്ടായേ പറ്റും. ഞാൻ ബിനുവിന് മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഈ ബെറ്റ്സിയോടെ ചോദിക്കാനുള്ള കണ്ടീഷൻ ആയും തോന്നാത്തതുകൊണ്ട് ചോദിച്ചില്ലെന്നുള്ളൂ. കാരണം ബെറ്റ്സി ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കർത്താവിന്റെ മാർഗത്തെ എന്താ പറയുന്നത് ലൈറ്റ് ആക്കി കൊടുത്ത് ആരെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഈ എഴുതിയിരിക്കുന്ന കാര്യം പറയാന്നല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. ഞാനൊരു കത്തോലിക്ക അച്ഛനോട് ഒരു തവണ പക്ഷെ അതിനോട് പറഞ്ഞിട്ടില്ല, ഈ കൂദാശ എന്നുള്ള വേർഡ് ബൈബിളിലില്ല, വിശുദ്ധ കുർബാന എന്നുള്ള വേർഡ് ബൈബിളിലില്ല. അപ്പൊ പിന്നെ അച്ഛ ഇത് എവിടെ നിന്നാ ഈ വിശുദ്ധ കുർബാന വന്നത്? ഈ കൂദാശകൾ 7 കൂദാശയുണ്ട്, കൂദാശ എന്നുള്ള വേർഡ് തന്നെ ബൈബിളിൽ, ഇത് എവിടെ നിന്നാ വന്നതെന്ന് ചോദിച്ചപ്പോൾ
അച്ഛൻ പറഞ്ഞൊരു കാര്യം, അച്ഛൻ എന്താ പറയുക, നല്ല ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാ, മോനെ ഈ ബൈബിളിൽ പറഞ്ഞേക്കുന്ന പോലെ ജീവിച്ച് ഒരു കുഞ്ഞും സ്വർഗത്തിൽ പോകത്തില്ല. അതുകൊണ്ട് ഈ വഴി എളുപ്പമാക്കാൻ വേണ്ടി സഭ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കൂദാശകൾ. അപ്പൊ നമുക്കിപ്പോ അന്ത്യകൂദാശ, അപ്പൊ ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു മരിക്കുന്ന സമയത്ത് അന്ത്യകൂദാശ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആള് എവിടെ എത്തും? അപ്പൊ ഇങ്ങനെ ആ മനുഷ്യന്റെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കും. ഈ മാർഗത്തെ, അപ്പൊ ദൈവത്തെക്കാൾ നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അതായത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് എങ്ങനെയാ? ജോൺ 3:16 എല്ലാവർക്കും അറിയാവുന്ന, ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. എത്രമാത്രം? തൻ്റെ ആരും നശിച്ചു പോകാതെ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചെന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളിത് ഈ രക്ഷ സൗജന്യമാണെന്നും നമ്മളിത് കർമ്മമായിട്ട് ബന്ധമില്ല എന്നൊക്കെ വിചാരിച്ചേക്കുന്ന കാരണം പൊതുവെ മനുഷ്യന്റെ തലയിൽ അങ്ങനത്തെ പ്രസംഗങ്ങളാണ് ലോകത്തിൽ തല കയറിയേക്കുന്ന ഒരു മെസ്സേജ് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ റോഡ് സൈഡിൽ ഇവിടെയൊന്നുമില്ല, ഇത്രയുടെ ഓൾഡ് സബർബ് ആണെങ്കിൽ ഈ നാരങ്ങ പ്ലാസ്റ്റിക് കൂട്ടിൽ വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ? കൈ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കും നല്ല എടുത്തുണ്ടാവും പോകുന്ന വഴിക്ക്. കാരണം അവര് സായിമാരെടുത്ത് വയ്ക്കുന്ന അങ്ങനെ പല പ്ലാസ്റ്റിക് കൂട്ടി വെച്ചിട്ടുണ്ടാവും. നമ്മൾ രക്ഷ ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ആർക്കും നല്ല എടുത്തുകൊണ്ടാകും, ഒന്നും കൊടുക്കണ്ട, ചുമ്മാ ഇത് നോ. ഈ ദാവീദ് പറഞ്ഞു, എനിക്ക് ചെലവ് വരാത്ത ഒന്നും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി മുഴുവൻ നഷ്ടപ്പെടുത്തി. ഇത് വി ആർ ഗെറ്റിംഗ് എ റോങ് മെസ്സേജ്. അതുകൊണ്ട് നമുക്ക് എക്സ്ക്യൂസ് കിട്ടുമെന്നല്ല. തോമസ് പറയാറുണ്ട്, അവരുടെ ആ സ്റ്റേജിൽ ഇപ്പൊ ഇത്രയൊക്കെ പറ്റൂ. അപ്പൊ ഞാൻ തോമസിനോട് ചോദിക്കും, അപ്പൊ ഈ സ്റ്റേജിൽ ഇപ്പൊ കർത്താവ് വന്നാൽ ഇവരുടെ സ്റ്റേജിൽ ഇത്ര മതി എന്ന് പറഞ്ഞ് രക്ഷപ്പെടും. അത് പറയാം, അതൊന്നുമില്ല എന്ന് പറഞ്ഞേക്കുന്ന പോലെയുള്ള കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിച്ച പോയിന്റ് ഇതാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. അപ്പൊ ഹൃദയത്തിന്റെ കമ്മിറ്റ്മെന്റ് പോലും കർത്താവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നത് ശരിയാണോ? കാര്യം വേറെ ഒന്നും ദൈവം ഡിമാൻഡ് ചെയ്യുന്നില്ല. നോ, ദശാംശം കൊടുക്കണമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഞായറാഴ്ച പ്രാർത്ഥന മുടക്കരുതെന്ന് പറയുന്നില്ല. നോ, ഇങ്ങനെയൊന്നുമില്ല, ഇതൊന്നുമില്ല. ഞായറാഴ്ച ആരാധന മുടക്കിയാൽ അപ്പം ചത്താൽ ആരാധന മുടക്കരുതെന്ന് പഠിപ്പിക്കുന്നവരൊന്നുമില്ല. ദർ ഇസ് നോ ലോ നോ റൂൾ. അറ്റ് ദി സെയിം ടൈം ക്രിസ്തുവിനോടുള്ള ഡിവോഷനും വേണ്ടാന്നാണെങ്കിലോ രക്ഷപ്പെടും മനുഷ്യൻ. നമ്മുടെ സിമ്പിൾ ലോജിക്കാനോ. എന്നിട്ട് നമ്മൾ പറഞ്ഞില്ല, അപ്പോൾ ഈ ഡിവോഷൻ പോയാലുള്ള കൺസീക്വൻസ് നമ്മൾ ചിന്തിച്ചതാണ്. കൺസീക്വൻസ് എന്താ പിന്നെ? അപ്പൊ നമ്മളിത് ഡിവോഷൻ ഉണ്ടെങ്കിൽ പിന്നെ ആ കൺസീക്വൻസ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇല്ലേ, നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇപ്പം ഈ ലോ അബൈഡിങ് സിറ്റിസൺസിന് ജയിലിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ജയിലിൽ AC ഉണ്ടോ, അവിടെ നമുക്ക് TV കാണാൻ പറ്റുമോ, അവിടുത്തെ ഫുഡ് എന്താ, ഞായറാഴ്ച സ്പെഷ്യൽ ഡയറ്റ് ഉണ്ട്, ഇതൊന്നും അറിഞ്ഞിട്ട് ആവശ്യമില്ല. കാരണം വി ആർ നോട്ട് പ്ലാനിങ് ടു ഗോ ടു ജയിൽ. സെയിം വേ ഈ ക്രിസ്തുവിനോട് ഏകാഗ്രത ഉള്ളവർക്ക് അത് ഏകാഗ്രത നഷ്ടപ്പെടാനുള്ള കൺസീക്വൻസ് അറിയേണ്ട ആവശ്യമില്ല. ബട്ട് ഫിയർഫുള്ളി ഐ നോ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. എന്താ ദീപു? അതെ, എക്സാക്ട്ലി. വേറൊരു സുവിശേഷം, വേറൊരു യേശു ക്രിസ്തു, വേറൊരു ആത്മാവ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ പിടിയിൽ നമുക്ക് ക്രിസ്ത്യൻ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ക്രിസ്തുവിനോട് ഈ ഡിവോഷൻ ഇല്ലെങ്കിൽ, ഒരുപക്ഷെ നമുക്ക് ആ ഡിവോഷൻ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ സുവിശേഷം കള്ള സുവിശേഷത്തിലായിരിക്കും നമ്മൾ വിശ്വസിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന യേശു ക്രിസ്തു ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, നമ്മൾ അറിയുന്ന ആത്മാവ് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഇതിന് വേറെ റെമഡി ഒന്നുമില്ല. എന്താ പറയുന്നത്, ബേസ് റെഡിയാക്കിയേ പറ്റൂ. കർത്താവിനോടുള്ള ഡിവോഷനിൽ വന്നാൽ, അതുകൊണ്ട് ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിനെ ഷാജ നമ്മൾ പറയാറില്ലേ, കർത്താവിനെ സ്നേഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഒരു തലമുറയിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. നോ, ഇംപോസിബിൾ. കാരണം അവരെ സത്യത്തിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുക, അപ്പോൾ നീ എന്നെ കണ്ടെത്തുവാൻ ഞാൻ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോ ഇനിയിപ്പോ നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടല്ല. അപ്പൊ ദൈവം ഓരോരുത്തരിൽ നിന്നും പലതായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്, അത് നമുക്കറിയില്ല. അപ്പൊ നമ്മള് ഇപ്പൊ കൊർണേലിയസ് ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു സാധാ, പക്ഷെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവികത്വം അങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു. അതേ നമുക്ക് പറയാൻ പറ്റും. അല്ല ഇപ്പൊ നമ്മൾ ആരും പൗലോസിന്റെ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ട് രക്ഷിക്കപ്പെട്ടേക്കുന്നൊന്നുമല്ല, ആണോ? അല്ലെങ്കിൽ കൊർണേലിയസിന്റെ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ട് രക്ഷിക്കപ്പെട്ടൊന്നുമല്ല. എനിവേ, അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് സിൻസിയറിറ്റി ഉണ്ടായിരുന്നു അവരുടെ ഫെയ്ത്ത്. അല്ല, അവിശ്വാസിയായിരുന്നു, പക്ഷെ അജ്ഞത നിമിത്തമായിരുന്നു എന്നാണ് പോൾ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ വേർഡ്? കാരണം നമ്മളീ പലരും ഇന്നത്തെ പ്രസന്റ് കണ്ടീഷനിൽ ഇരിക്കുന്ന അജ്ഞത കൊണ്ടല്ല, അതാണ് അതിലെ പ്രശ്നം. ദേ ആർ സിൻസിയർ. ഈ ഫസ്റ്റ് തിമോത്തി എടുത്ത് നോക്കി, പോൾ പറയുന്ന പെരുന്നാളിൽ എടുത്ത സ്ഥിതിക്ക് ആ സ്റ്റേറ്റ്മെന്റ്
നമ്മൾ ഇന്ന് ആയിരിക്കുന്ന സ്പിരിച്വൽ കണ്ടീഷൻ പലപ്പോഴും ശാല അജ്ഞത കൊണ്ടാണ് ഈ ദൈവം അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഇതാ ഞാൻ ഇൻ മൈ ഏർലി സ്റ്റേജ് ഐ ഓൾസോ യൂസ് ടു ടെൽ ഇറ്റ്. ഇത് നോക്കിയിട്ട് ഇതിന്റെ 1:12 വായിച്ചു ദീപു. ഫസ്റ്റ് തിമോത്തി 1:12. ഇതിന് എനിക്ക് ശക്തി നൽകിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ കൃതജ്ഞതാസ്തോത്രം അർപ്പിക്കുന്നു. കാരണം അവൻ എന്നെ വിശ്വസ്തനായി പരിഗണിച്ച് തന്റെ ശുശ്രൂഷയ്ക്ക് എന്നെ നിയമിച്ചു. മുമ്പ് ഞാൻ ദൈവദൂഷണം പറയുകയും അവനെ നിന്ദിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അവിശ്വാസിയായിരുന്നു ഞാൻ, അജ്ഞത മൂലമാണ് അവയെല്ലാം ചെയ്തത്. മതി. ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും കൃപ കിട്ടും. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളിൽ പലരും, അല്ലെ നമ്മുടെ ബന്ധക്കാര്, നമ്മുടെ സ്വന്തക്കാര്, അറ്റ്ലീസ്റ്റ് ബൈബിള് കൈ പിടിച്ചേക്കുന്നവര് ഇത് അജ്ഞത മൂലം എന്ന് പറയാൻ പറ്റില്ല. അജ്ഞത മൂലം എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല ഷാജ. കാരണം പലപ്പോഴും ഈ റോമാലേഖനം 1:18 നമ്മൾ വായിക്കുന്ന പോലെ ദുഷ്ടത കൊണ്ട് സത്യത്തെ അമർത്തി വെച്ചേക്കുക. എന്തെങ്കിലും ഒരു കവർ ചെയ്യാൻ ഒരു കാര്യം പറയും നമുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, അല്ലെ അപ്പോൾ ഈ ഇത്രയും വലിയ ആൾക്കാരെല്ലാം തെറ്റാണ്, ഇത്രയും പഠിച്ച ആൾക്കാർ അവർക്കൊന്നും അറിയില്ലാത്തവരാണ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ന്യായം പറയുന്നതല്ലാതെ. അപ്പൊ ഇവിടെ പൗലോസിന് കരുണ കിട്ടിയതിന്റെ റീസൺ, സാധു സുന്ദർ സിംഗിന് കരുണ കിട്ടിയതിന്റെ റീസൺ, കൊർണേലിയസിന് കരുണ കിട്ടിയതിന്റെ റീസൺ ദേ ആർ സിൻസിയർ. ഇപ്പം നോക്ക്, അവര് കോൺഷ്യൻസിനോട് മല്ലടിച്ചിട്ടില്ല. കാരണം ഈ കോൺഷ്യൻസ് ആണ് മനുഷ്യനെ സത്യത്തിലോട്ട് നയിക്കുന്നത്. അവരെ കോൺഷ്യൻസിനോട് സിൻസിയറായിട്ട് ജീവിച്ചു. അപ്പൊ പൗലോസ് പറയുന്ന റീസൺ അതല്ലേ നമുക്ക് പറയാം, കാരണം അജ്ഞത മൂലമായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച പോയിന്റ്, അപ്പോൾ ഈ ക്രിസ്തുവിനോടുള്ള ഡിവോഷൻ, ഇതിപ്പോ രക്ഷിക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞവർക്കുള്ള കോണ്ടെക്സ്റ്റ്, അതാ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പൗലോസിന്റെ കാര്യം വിട്, കൊർണേലിയസിന്റെ കാര്യം വിട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ക്രിസ്തുവിനോടുള്ള ആ സിൻസിയർ ആൻഡ് പ്യുവർ ഡിവോഷൻ വിട്ടാൽ കള്ള സുവിശേഷത്തിൽ കയറും. കർത്താവ് തന്നെ പറഞ്ഞു അന്ത്യകാലത്ത് മുഴുവൻ കള്ള ക്രിസ്തുമാരും കള്ള സുവിശേഷമായിരിക്കും. അപ്പൊ അതിൽ ചെന്ന് ഇരയാകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനോടുള്ള ഡിവോഷൻ വിടുന്നവരാ. കർത്താവിനെ ആത്മാർത്ഥമായിട്ട് അല്ലെ ഹൃദയത്തിൽ നിന്ന് സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ആരും ദൈവം കള്ളത്തരത്തിന് കള്ള സുവിശേഷത്തിന് കൈയൊഴിയില്ല. നമ്മൾ ദൈവത്തോടുള്ള സിൻസിയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൈബിളില് ഏത് സ്ഥലത്താന്ന് ഞാൻ ഓർക്കുന്നില്ല, പ്യുവർ ഹാർട്ട് സുവിശേഷ സത്യങ്ങളിലാണ് അല്ലെ, ഹൃദയശുദ്ധിയുള്ളവർ അല്ലെ ഭാഗ്യവാന്മാർ. അപ്പൊ അതിനകത്ത് രണ്ടും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ക്ലീൻ ഹാർട്ടും പ്യുവർ ഹാർട്ടും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ ബെറ്റ്സി? ക്ലീൻ ഹാർട്ടും പ്യുവർ ഹാർട്ടും, ക്ലീൻ ആൻഡ് പ്യുവർ. അപ്പൊ ചിന്തിച്ച് ചോദിക്കുക, എന്താ ക്ലീനും പ്യുവറും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ രാജു? ക്ലീൻ ആൻഡ് പ്യുവർ എന്ന് പറഞ്ഞേക്കുന്ന പോലെ പ്യൂരിറ്റി ഓഫ് ദി ഹാർട്ടാ ദൈവം നോക്കുന്നത്. പ്യുവർ ഹാർട്ട്. അപ്പൊ എന്താ പ്യുവറും ക്ലീനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തോന്നും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ഒരു പശുവിന്റെ പാല് കൊണ്ടുവന്നു, പ്യുവറായിട്ട് കറന്നു കൊണ്ടുവന്ന് പാലിലേക്ക് നല്ല പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു, ഒരു 5 തവണ ഡിസ്റ്റിൽ ചെയ്ത വാട്ടർ ഒഴിച്ചു, അല്ലെങ്കിൽ ടോട്ടലി ബാക്ടീരിയൽ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ഒഴിച്ചു. സ്റ്റിൽ ദി മിൽക്ക് ഈസ് ക്ലീൻ അല്ലേ? ക്ലീൻ അല്ലേ പാല്? കാരണം അതിനകത്തേക്ക് ഒന്നും ഒരു ബാക്ടീരിയ പോലും ഉള്ള ഒരു സാധനം, ഒരു അഴുക്കും കയറില്ല. മിൽക്ക് ക്ലീനാ അല്ലേ? പക്ഷെ പ്യുവർ മിൽക്കാണോ? പ്യുവർ മിൽക്ക് അല്ല, ആണോ? അതിനകത്ത് വെള്ളം ചേർത്ത പാല. സെയിം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. പ്യുവർ ഹാർട്ട് എന്ന് പറയുന്നതും ക്ലീൻ ഹാർട്ട് എന്ന് പറയുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. പ്യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇതിനകത്ത് ഇപ്പൊ മായൊന്നുമില്ല, കർത്താവ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല. അപ്പൊ നമ്മുടെ ഇതിനകത്തേക്ക് ഈ പ്യുവർ ആയിട്ടുള്ള ഹാർട്ടിലേക്ക് ഇത്തിരി ലോകം കയറിയിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുന്നത്, അതിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഈ കർത്താവ് നമുക്ക് വിശ്വാസത്തെ കപ്പലിനോട് ഉപമിച്ചിട്ടുണ്ട് ഇല്ലേ? അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി വായിക്കുന്നില്ല ഷാജ. അപ്പൊ കപ്പൽ എപ്പോഴും കിടക്കുന്ന എവിടെയാ? കടലില അല്ലെങ്കിൽ വെള്ളത്തില. അപ്പൊ ഈ കടൽ വെള്ളത്തിൽ കിടക്കുന്നിടത്തോളം കാലം അതിനകത്ത് ഒരു അപകടമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ കപ്പലിലേക്ക് കയറുമ്പോഴോ സെയിമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ വിശ്വാസ കപ്പല് അങ്ങനെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഈ ലോകം നമ്മുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ സംഗതി പൊള്യൂട്ടഡായി. അത് നമ്മളവിടെ ചിന്തിച്ചു. അപ്പം നമ്മളപ്പം ഈ
സത്യസുവിശേഷത്തിൽ നമ്മൾ നിലകൊള്ളണമെങ്കിൽ ശരി, ഞാൻ ഒരു കള്ള സുവിശേഷത്തിലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കള്ള സുവിശേഷം കയറാതിരിക്കോ? അപ്പം റെമഡി എന്താ? അതായത് പ്യുവർ ഹാർട്ട് കീപ്പ് ചെയ്യുക. കർത്താവിന് മാത്രമേ അതിൽ സ്ഥാനം കാണുകയുള്ളൂ. ഈ സാം 73:25 അത് പ്യുവർ ഹാർട്ടിന്റെ ഒരു ഡെഫിനിഷനാണ്. വായിക്കാം. 25 ഒന്ന് വായിച്ചാൽ സാം 73:25. 73:25. ആ, സ്വർഗത്തിൽ എനിക്ക് നീ അല്ലാതെ മറ്റാരുണ്ട്, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കൊതിക്കുന്നില്ല. മതി 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 മതി. ഇത് പ്യുവർ ഹാർട്ടിന്റെ ഒരു ഡെഫിനിഷനാണ് ബൈബിളിൽ. അതായത് സ്വർഗത്തിലെ കാര്യം എല്ലാവർക്കും അറിയാം. സ്വർഗത്തിൽ ദൈവം അല്ലാതെ പിന്നെ ആരും ഇല്ലല്ലോ, ഉണ്ടോ? ഈ സെക്കൻഡ് പാർട്ട് ശരിയാണെങ്കിൽ നമ്മുടെ പ്യുവർ ഹാർട്ടാ. വായിച്ചോ ബിനു? വായിച്ചോ? എന്താ സെക്കൻഡ് പാർട്ട്? എന്താ അന്നേരം നമ്മുടെ ഹാർട്ട് പ്യുവർ ആണോ അതോ ക്ലീൻ ആണോ? വിജൻ, നമ്മൾ പ്യുവർ ഹാർട്ടിന്റെ ഉടമയാണോ അതോ ക്ലീൻ ഹാർട്ടിന്റെ ഉടമയാണോ? നമ്മൾ ക്ലീനാണ്. നമ്മളിപ്പോൾ കാപട്യം കള്ളത്തിലൊന്നും ഉള്ളവരൊന്നുമല്ല, ക്ലീനാണ്. ആ കാര്യം സംശയമൊന്നുമില്ല. ഐ ബിലീവ് നമ്മളെല്ലാം ക്ലീൻ ഹാർട്ടിന്റെ ഉടമകളാണ്. പക്ഷെ പ്യുവർ ഹാർട്ടാണോ എന്നുള്ളത് നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് പറയാൻ പറ്റും. പ്യുവർ ഹാർട്ട് ആയേ പറ്റൂ. എങ്ങനെ പ്യുവർ ഹാർട്ടാണോ? ബെറ്റ്സി ബൈബിൾ വായിച്ചില്ല എന്ന് എഴുതി പ്യുവർ ഹാർട്ടാക്കാൻ പറ്റും നമുക്ക്. അതായത് ഹൃദയത്തില് വായിച്ചോ 73:25 ഒന്ന് വായിച്ചു നോക്കി. അതല്ല, എവരിബഡി അഗ്രീസ്, അതിന് സംശയമൊന്നുമില്ല. നീ അല്ലാതെ എന്നാണോ? ഡു യു ഹാവ് എ പ്യുവർ ഹാർട്ട് ഓർ എ ക്ലീൻ ഹാർട്ട്? ക്ലീനാണ് നമ്മളല്ലേ. ഇപ്പോൾ നമ്മൾ കാവട്യം കള്ളത്തിലുള്ള ആരും കൂടി ഇരിക്കുന്നില്ല. വി ആർ ഓൾ ക്ലീൻ. പക്ഷെ ഇതിനകത്ത് ഈ പ്യുവർ പാലിൽ ഞാൻ പറഞ്ഞില്ല, വെള്ളം ഒഴിച്ചാലും അത് ക്ലീനാണ്. എങ്ങനെ ജൂണി, ക്ലീൻ ഹാർട്ടാണോ പ്യുവർ ഹാർട്ടാണോ? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് അച്ഛാ എങ്ങനെയാ, പ്യുവർ ഹാർട്ടാണോ ക്ലീൻ ഹാർട്ടാണോ? അറിയില്ല. ക്ലീനാണ്. അച്ഛാനോ അച്ഛൻ്റെ കാര്യം പറഞ്ഞു. എങ്ങനെയാ ജൂണി, എങ്ങനെയാ ക്ലീൻ ആണോ പ്യുവർ ആണോ? അല്ല, ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഹ്യൂമിലിറ്റി ഒന്നും ഇല്ല. പ്യുവർ അല്ലെങ്കിൽ യുവർ ഔട്ട്. അല്ല, അപ്പം ഇതിനകത്ത് ദൈവത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ വളരെ ഹമ്പിളാണ്. എന്റേത് അങ്ങനെ പ്യുവർ ഒന്നും അല്ല. എന്റേത് വളരെ ഇങ്ങനെ, എനിക്ക് അത്ര നല്ല ആളൊന്നും അല്ല എന്ന് പറയാം. ഇവിടെ മാത്രം ഒരു കരുണയും കിട്ടാത്ത കാര്യം. ഇപ്പൊ ബൈബിളിൽ കർത്താവ് പറയുന്നുണ്ട്, ഇടതുകാരനെ തടിക്കുന്നതിന് വലതുകാരനെ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നിന്നോട് 1 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവന് 2 മൈൽ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ തള്ളി പറയുന്നവനെ, അതിന്റെ ആ സെയിം സ്പിരിറ്റ് ആണ് എന്താ പറയണ്ടേ? എന്താ ദൈവം? ഞാൻ തള്ളി പറയില്ല എന്നാ? നോ, കർത്താവ് എന്നെ തള്ളി പറയുന്നതിനെ ഞാനും തള്ളി പറയും. വായിച്ചിട്ടില്ലേ അത്? ഇതൊന്നും വായിച്ചിട്ടില്ലേ? പിന്നെ ഇത് വായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടത് അത് ശരി, എന്റെ അത്ര പ്യുവർ ഹാർട്ടൊന്നും അല്ല. തള്ളി അല്ല, പക്ഷെ പൗലോസ് പറയുന്ന പോലെ ജീവിതം കൊണ്ട് തള്ളി പറയുന്നവരുണ്ടല്ലോ. അല്ല, ആരും ആകൊണ്ട് തള്ളി പറയത്തില്ല. അപ്പൊ ഇതിനകത്ത് എന്റെ ഹൃദയം അത്ര പ്യുവർ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി, ഈ കത്തോലിക്കര് മരിക്കാൻ നേരത്ത് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഉള്ളൂ. നന്മ പറഞ്ഞാലും എനിക്ക് ക്രിസ്തി കർത്താവ് നിങ്ങളുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാന്ന്, അങ്ങനെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാന്ന് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ എന്താ പറ്റി? പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്ത് പാപികളായിട്ട് മരിക്കുന്നവർക്ക് വേണ്ടി സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത് ബൈബിളിൽ? പാപിയായിട്ട് മരിക്കുന്ന ആൾ എവിടെ ചെല്ലും? ബെറ്റ്സി സ്ഥലത്ത് ചെല്ലും. അപ്പൊ എന്നാൽ എന്തൊരു താഴ്മയോട് കൂടി ആ സ്ത്രീ മരിച്ചേ അല്ലെങ്കിൽ ആ അച്ചായൻ മരിച്ചെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ വളരെ പാവങ്ങളെ പാവിയാണെന്ന് ഏറ്റു പറഞ്ഞു. നോ, ദർ ഈസ് നോ പോയിന്റ്. അതായത് അതോറിറ്റി വെൻ ഇറ്റ് ഈസ് നോട്ട് എക്സർസൈസ് ഇറ്റ്സ് ഓഫ് നോ വാല്യൂ. ഉണ്ടോ? ഒരു വാല്യൂ ഇല്ല. ഇൻകേപ്പബിലിറ്റി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മോശ ചെങ്കടൽ തീരത്ത് വെച്ച് പുറകെ ഫറോന്റെ സൈന്യം എല്ലാം കൂടെ വരുന്ന കണ്ടപ്പോഴത്തേക്കും മോശ എന്ത് ചെയ്തു? പിന്നെ അത് ചോയ്സിൽ വിട്ട സ്ഥലമാണോ? മോശ എന്ത് ചെയ്തു പിന്നെ? പേടിച്ച് കരഞ്ഞു, അയ്യോ എന്ന് പറഞ്ഞു. നീ എന്തിനാ കരയുന്നത്? നിന്റെ കയ്യിലുള്ള വടി കടലിന് നേരെ നീട്ട്. മോശക്കാരെ ചെയ്ത് മോശ ആ പേടിച്ചു പോയി. ഈ ഫറോന്റെ സൈന്യവും ചാരിറ്റും എല്ലാം കൂടെ വരുന്ന കണ്ടപ്പോഴത്തേനോ എന്റെ നേരെ നോക്കി കരയുണ്ടായി. നിനക്ക് എന്ന് പറഞ്ഞേക്കുന്ന പോലെ ക്രിസ്തു യേശുവിലൂടെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട ആൾ ഞാൻ പാപിയാണെന്ന് പറയുന്നതായിട്ട് ദൈവത്തിനൊരു കരുണയില്ല. നോ, യു ആർ നോട്ട് എ സിന്നർ, യു ആർ എ സെയിന്റ്. നോട്ട് ബിക്കോസ് ഓഫ് യുവർ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് മെറിറ്റ്. പൗലോസ് പറയുന്നുണ്ട് 2 Corinthians 5:21 പറയാണ്, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപിയാക്കി അങ്ങനെ നമ്മെ അവനിൽ ദൈവത്തിന്റെ
നീതിയാക്കി. അത് സുവിശേഷം, ഇത് ഫുൾ ഗോസ്പൽ. അത് പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കി. ഹി വാസ് ദി സിൻ ഓഫറിങ് ഓൺ ദി ക്രോസ്. കർത്താവ് പറഞ്ഞു, മോശ സർപ്പത്തെ മരുഭൂമിയിൽ വെച്ച് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും പാമ്പിനോട് ഉപമിച്ചു. മരുഭൂമിയിൽ വെച്ച് സർപ്പത്തെ ഉയർത്തിയ പോലെ സർപ്പത്തോടാ കർത്താവിനെ കുരിശേ കിടക്കുന്ന കർത്താവിനെ ഉപമിച്ചേക്കുന്നത്. ഹി ബിക്കെയിം എ സിൻ. ദൈവത്താൽ ത്യജിക്കപ്പെട്ടു. കർത്താവ് പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ച് തന്നെ ദൈവമേ എന്നെ നീ കൈവിട്ടു. ദൈവം കൈവിട്ടു. പാപിയെ ദൈവം കൈവടിയും. ഞാൻ പാപിയാന്ന് പറഞ്ഞ ദൈവത്തിന് ഒരു കരുണയില്ല. പാപിയായി എനിക്ക് വേണ്ടി മരണസമയത്തോടെ സഹായിക്കണേന്ന് പറഞ്ഞ് പാപിയായിട്ട് മരിക്കുന്ന ആൾക്കുള്ള സ്ഥലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതില് ലെറ്റ് us come back to, അപ്പൊ അവിടെ 3 ഡ്യൂപ്ലിക്കേറ്റിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. കള്ള സുവിശേഷം, കള്ള ക്രിസ്തു, കള്ള ആത്മാവ്. അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കള്ള സുവിശേഷം കൊണ്ടുവരുന്നതാണ് കള്ള ക്രിസ്തുവിനെയും കള്ള ആത്മാവിനെയും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ തെറ്റ് പഠിക്കുന്നതിന് പകരം ശരി പഠിച്ചാൽ മതി. കറക്റ്റ് സുവിശേഷമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? കള്ള ക്രിസ്തു ആയിരിക്കില്ല, കള്ള ആത്മാവും ആയിരിക്കില്ല. കറക്റ്റായിട്ടുള്ള ക്രിസ്തുവും കറക്റ്റായിട്ടുള്ള ആത്മാവുമായിരിക്കും. അപ്പൊ ഞാൻ ഈ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ആരും. ജൂണി പറഞ്ഞില്ല പ്യൂർ ഹാർട്ടാണോ അതോ ക്ലീൻ ഹാർട്ടാണോ. ബിനു പറഞ്ഞു പ്യൂർ ഹാർട്ടാണ് അല്ലേ ബിനു? പറഞ്ഞില്ല. ഇപ്പൊ അതിന് ഉത്തരം പറയുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തെ കുറിച്ച് അറിയാം. അച്ചായൻ പറഞ്ഞു അച്ചായൻ അത്ര പ്യൂർ ആയിട്ടില്ല, ജോലി ശരിയാക്കണം, പ്യൂർ ആക്കണം. അതാ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. കാരണം നമ്മൾ ആരും പ്യൂറായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് വി ഷുഡ് ഹാവ് എ ഡിസയർ, അല്ലേ? അതല്ലേ നമുക്ക് പറയാം. ഡിസയർ ഇല്ലെങ്കിൽ പിന്നെ ഒരു ഫ്യൂച്ചറും ഇല്ല. നമുക്കൊരു ഡിസയർ ഇല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യൻ ആഗ്രഹിച്ചാൽ മനുഷ്യൻ കീഴടക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഒരു പാട്ടുണ്ട്, എന്താ, പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളും കരങ്ങളും നൽകി എത്ര മനുഷ്യന് പാലിലേക്ക് അയച്ചു വീശി. അപ്പൊ നമുക്കൊരു ആഗ്രഹമേ ഇല്ല, ഇപ്പൊ പോകുന്ന പോലെയൊക്കെ പോയാൽ മതി. ദർ ഈസ് നോ ഫ്യൂച്ചർ. ഒരു ഫ്യൂച്ചറും ഇല്ല നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ. നോ ഫ്യൂച്ചർ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് വന്നുകൊണ്ടേയിരിക്കും. അതേസമയം ശരി, എനിക്ക് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, നോ പ്രോബ്ലം, ബട്ട് എന്റെ ദൈവത്താൽ ഞാൻ ഇതിനെ ഓവർകം ചെയ്യും. പോള് പറയാണ്, പോളൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, ഞാൻ എന്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, ദൈവമാണ് വിധിക്കുന്നത്. അറ്റ്ലീസ്റ്റ് മനസാക്ഷി കുറ്റപ്പെടുത്താത്തൊരു ജീവിത കണ്ടീഷനിൽ പോകാൻ പറ്റുന്നില്ലേ? ഇല്ലേ രാജ്യം? മനസാക്ഷിയും കൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പിന്നെ ഒരു രക്ഷയില്ല. അതായത് ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസാക്ഷി കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിനകത്ത് ഈ പ്യൂർ ഹാർട്ട് നമുക്ക് അല്ലാന്ന് നമ്മുടെ മനസാക്ഷി തന്നെ പറയുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഹാവ് എ ഡീപ് ഡിസയർ ടു ബിക്കം പ്യൂർ. അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും, നിത്യത നഷ്ടപ്പെടും. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു. അല്ലാതെ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന പോലെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ആരാധന മുടക്കുന്നില്ല, ഇതൊക്കെ കർത്താവിൻ്റെ അടുത്ത് പാസ്സാകാത്ത കാര്യങ്ങൾ ഇതൊക്കെ. അതായത് ബൈബിൾ സ്റ്റാൻഡേർഡിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ബട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതാണ് പരമാർത്ഥത. നമുക്ക് ഒരു കുഞ്ഞിന്റെ ഭൂതത്തെ പുറത്താക്കാൻ വേണ്ടി അപ്പം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. അപ്പൊ ആ അപ്പം പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ വിശ്വാസക്കുറവിനെ പരിഹരിച്ചു തരണം. സോ ഐ ഹാവ് എ ഡിസയർ, ഐ ഹാവ് ഷോർട്ട് കമ്മിങ്സ്, ബട്ട് അല്ലാതെ ഞാനിപ്പോൾ ഓൾറൈറ്റ് ആന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഫ്യൂച്ചറും ഇല്ല. പിന്നെ നമുക്കൊന്നും ഫർദർ പഠിക്കേണ്ട ആവശ്യമില്ല, ഇല്ലേ? ഈ സ്പോർട്സിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോങ് ജമ്പിന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു സാധാരണ ചാടുന്ന അത് ടാർഗറ്റ് വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് ചാടാനാണ് ട്രൈ ചെയ്യുന്നത്. അല്ല അതിനിപ്പുറത്തേക്കുള്ള ഒരു ടാർഗറ്റ് ഇല്ല. സെയിം വേ നമുക്ക് എല്ലായിടത്തും അതെ, സ്പോർട്സിലൊക്കെ എല്ലാം. ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവരാണ്, ഇപ്പോൾ 200 കിലോ ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളെ ആ 200 മുകളിലേക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. സെയിം വേ നമ്മളിപ്പോൾ ആയിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് മുമ്പോട്ട് പോകാനാണ് നമ്മൾ ബൈബിൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത്, അല്ലാതെ പുറകോട്ട് പോകാനല്ല. അതുകൊണ്ട് അതിനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പോള് പറയുന്നത്. നാളെ നമ്മൾ ചിന്തിച്ചതാ. അതായത് നേടിയെടുത്തതിനെ പിടിച്ചോണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നേടിയെടുത്തതിനെ കളഞ്ഞിപ്പോൾ നമ്മൾ ഒരു കാര്യം അറ്റൈൻ ചെയ്തു, അപ്പോൾ അതിനു മുമ്പ് അറ്റൈൻ ചെയ്ത് നഷ്ടപ്പെടുത്തി. അല്ലെങ്കിൽ നമുക്ക് കോപത്തിന്റെ മേലെ വിജയം ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു ദ്രവ്യാഗ്രഹത്തെ നമ്മൾ അറ്റാക്ക് ചെയ്യുക, ദ്രവ്യാഗ്രഹത്തെ കീഴടക്കാനായിട്ട്. ലോകത്തിൽ പൈസ ഉണ്ടാക്കണം, എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഈ ദ്രവ്യാഗ്രഹത്തിന്റെ മേലെ ഇത്തിരി വിജയമാകുമ്പോഴത്തേക്കും പണ്ടത്തെ കോപമെല്ലാം കയറി വന്നാലും അപ്പൊ നമ്മുടെ അറ്റംപ്റ്റ് ഫ്യൂട്ടായി. അതുകൊണ്ടാണ്, കാരണം ഇത് 100% മനുഷ്യന്റെ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്ന ബുക്ക്. അതുകൊണ്ടാണ് പൗലോസ് പ്രത്യേകം പറഞ്ഞേക്കുവാണ് നേടിയെടുത്തതിന് മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ ഒന്ന് അറ്റൈൻ ചെയ്തു ആദ്യത്തത് കയറി പിടിച്ചു. അതുകൊണ്ട് കർത്താവ് വാൺ ചെയ്തു
നമ്മെ വിട്ടുപോകുന്ന ഒരു ഭൂതം, വിട്ടുപോകുന്ന ഒരു ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂതമാണ് എല്ലാ ഈവിൾ ക്യാരക്ടറും നമ്മളിൽ എന്താ പറയുന്നത് കൊണ്ടുവരുന്നത്. എല്ലാ ഈവിൾ ക്യാരക്ടറിന്റെ പിന്നിൽ ഇപ്പൊ നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവ് ഒരു ഊമനായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഊമനായിട്ടുള്ള ഭൂതം വിട്ടുപോയപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. അല്ലാതെ ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തും പോയില്ല. അപ്പൊ ആ പിശാച് ഊമനായിരുന്നായിരുന്നു അതിന്റെ അർത്ഥം അല്ല. ആ ക്യാരക്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന ബൈബിൾ ലുക്ക് ദ സ്പിരിറ്റ് ഓഫ് ഡീപ് സ്ലീപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് അഡൾട്ടറി ഉണ്ട്, സ്പിരിറ്റ് ഓഫ് ഒത്തിരി സ്പിരിറ്റ്സിനെ കുറിച്ച് വായിക്കുന്നു. സ്പിരിറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. റെവലേഷനിൽ വാങ്ങിക്കുന്ന ആ കുതിരപ്പുറത്ത് വന്ന ആളുടെ പേര് മരണം എന്നായിരുന്നു, വായിച്ചിട്ടില്ല? സ്പിരിറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. ഈ സ്പിരിറ്റ് ഓഫ് ഡെത്ത് കയറി പിടിച്ച ആളെ കൊന്നിട്ട് പോകും. അപ്പം ഇതെല്ലാം ബൈബിളിൽ എഴുതിയേക്കുന്ന കാര്യമല്ല, നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അറ്റ് ദി സെയിം ടൈം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ബൈബിളില് അപ്പസ്തോലന്മാര് പ്രസംഗിച്ച അല്ലെ അവർ പഠിപ്പിച്ച ഗോസ്പലും ഇന്നത്തെ ഗോസ്പലും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പഠിപ്പിച്ച ഗോസ്പലിൽ നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ ഗോസ്പല് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന യേശു ക്രിസ്തു ബൈബിളിലെ യേശു ക്രിസ്തു ആയിരിക്കും. അത് വിശ്വസിച്ച് കഴിയുമ്പോൾ ബൈബിളിൽ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഗോസ്പലിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സാക്ഷാൽ ത്രിത്വത്തിൽ മൂന്നാമനായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ആയിരിക്കും. വേറൊരു ആത്മാവിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സുവിശേഷം എന്താ പറയുന്നത്, ഒരു ദിവസം 2 ദിവസം 5 ദിവസം 10 ദിവസം ചിന്തിച്ചാലും കുഴപ്പമില്ല. കാരണം അതാണ് ദി ക്രക്സ് ഓഫ് ദി ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ സുവിശേഷം ആദ്യം പ്രസംഗിച്ചത് ആരായിരുന്നു? സുവിശേഷ പ്രസംഗം ആരംഭിച്ച ആരാരംഭിച്ചു? രാവിലെ സുവിശേഷം പറഞ്ഞോ? ഹീബ്രൂസ് 2:3 അല്ല 4 വായിച്ചു. ഇത് പെട്ടെന്ന് വായിച്ചു. നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കണ്ട. കാരണം സുവിശേഷം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ ഒരു ദുഃഖസത്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പഠിച്ചാലും അതങ്ങ് കേട്ട് കഴിഞ്ഞു പിന്നെ ചോദിക്കുമ്പോൾ 2 വേഴ്സ് 3 തുടങ്ങിയെന്ന് വെച്ചു. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ രക്ഷ അവഗണിച്ചാൽ നാം എങ്ങനെ ശിക്ഷയിൽ രക്ഷപ്പെടും? ഈ രക്ഷ കർത്താവാണ് ആദ്യം പ്രഖ്യാപിച്ചതാരാ? അത് നമ്മള് എന്താ പറയുന്നത്, അൺചേഞ്ചിങ് ആയിട്ട് അറിഞ്ഞു പറ്റും. ഈ രക്ഷ ആദ്യം പ്രഖ്യാപിച്ച ആളാരാ? കർത്താവ് അല്ല, അപ്പസ്തോലനായ പൗലോസല്ല, പത്രോസല്ല, യോഹന്നാനും അല്ല, ഒന്നുമില്ല. ഈ രക്ഷ ആദ്യം പ്രഖ്യാപിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ നമ്മള് ടു സ്റ്റാർട്ട് ഫ്രം ജീസസ്. കർത്താവ് എങ്ങനെ പ്രസംഗം ആരംഭിച്ചു 2 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് മാർക്കോസിൽ എഴുതിയിട്ടുണ്ട്, ലൂക്കോസൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് ഈ മത്തായി മാർക്കോസും എടുക്കണം. മാത്യു ചാപ്റ്റർ 4ഉം മാർക്ക് ചാപ്റ്റർ 1ഉം എടുത്തു നോക്കി. മാത്യു ചാപ്റ്റർ 4 അതിന് വലിയ പാഠം പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനത് രണ്ടും. അപ്പൊ ഈ കാര്യങ്ങൾ രാജീവ് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കുവാണെങ്കിൽ ഇപ്പൊ എഴുതി നോട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തലേന്ന് പോവില്ല. ശ്രദ്ധിച്ചില്ലെങ്കിലോ? അപ്പൊ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത പോലെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഏതിനോട് ഏകാഗ്രത വേണം? ഈ ബൈബിൾ പഠിക്കുന്നതിനോട് ഏകാഗ്രത വേണം. ഇത് പഠിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്ന കാര്യവും ഇന്നലെ ഏത് ഡ്യൂട്ടി ആയിരുന്നു, ഡ്യൂട്ടിയിൽ ആരാ വന്നത്, അല്ലെങ്കിൽ ഇനി നാളെ എന്താ, ഇനി നാട്ടില് പിള്ളേരെന്താ എടുക്കുന്നത്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് തലയിൽ കയറുമോ? ഇത് പഠിക്കുമ്പോൾ ഏകാഗ്രത വേണ്ടേ? പിന്നെ വേണ്ടേ? അത് വേറെ കാര്യം ചിന്തിച്ചാൽ മതിയോ? ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കറി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നാളെ രാവിലെ എന്താ ഉണ്ടാക്കണേ, അതൊന്നും ഓർത്തുകൊണ്ടിരുന്നത് തലേന്ന് അപ്പൊ തന്നെ റീസ്റ്റായി പോകും. അപ്പൊ ഏകാഗ്രതയോടെ പഠിച്ചാല് ഇപ്പം എന്താ പറയുന്നത്, ഒരു 40% തല അങ്ങനെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. കേട്ടാൽ 40% കിട്ടും, അത് കണ്ടാല് 60% കിട്ടും, അത് ചെയ്താൽ 80% കിട്ടും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഒരു കാസറ്റ് കേട്ടാൽ 40%, അത് വീഡിയോ കേൾക്കുവാണെങ്കിൽ 60% കിട്ടും ഒരാളുടെ അധരങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ. പിന്നെ അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് 80% ജീവിതത്തിൽ കയറും. അങ്ങനെ പലവട്ടം ചെയ്യുമ്പോൾ ഫുൾ ട്രാൻസ്ഫോർമേഷൻ ആവും. അപ്പൊ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങി എങ്ങനെയാണ്? ദീപു 2 വായിച്ചു. 4:17 ആണെന്ന് തോന്നുന്നു. പ്രഘോഷണം തുടങ്ങി, അനുഭവിക്കുക, കാരണം സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ സെയിം മർക്കോസ് എഴുതിയേക്കുന്നിടത്ത് 1:13 ആണ്. ഒന്ന് വായിച്ചു. മരുഭൂമിയിൽ 40 ദിവസം. അല്ല, അത് കഴിഞ്ഞിട്ട് ഒന്നിൽ തന്നെയാ. മാർക്കോസ് 1:14-15. 15 വായിച്ചാ. അവൻ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുഭവിക്കൂ, സുവിശേഷത്തിൽ വിശ്വസിക്കൂ. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ദീപു 2 സ്ഥലം എടുത്തു വെച്ചോ. മാത്യു ചാപ്റ്റർ 4 എടുത്തോ. എന്താ വ്യത്യാസം? എന്താ ബിനു? ഈ സിലബസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ അറിയില്ല എന്ന് പറയരുത്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? 4:17
മാത്യു 4:17 മർക്കോസ് 1:15 തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും നോക്കിയോ, വായിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്താ വ്യത്യാസം? എന്താ എടുത്തില്ല? തുറന്നു വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. മാത്യു 4:17 മർക്കോസ് 1:15 പറഞ്ഞ ആളൊന്ന് സ്റ്റാർട്ടിംഗ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരേ കാര്യം തന്നെയാണ്, ഒരേ കാര്യം രണ്ടുപേരും രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്തേക്ക് വന്നുള്ളൂ. എന്താ വ്യത്യാസം? എന്താ ജൂണി? ഉറക്കെ പറയുന്നത്, ഉറപ്പായിട്ട് പറ. മാനസാന്തരപ്പെട്ട് അതാര് പറഞ്ഞു? ഇതെന്ത് സംശയമായിട്ട് പറയുന്നത്? ഞാൻ ആരും കൊടുക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും വേണ്ടി ചോദിക്കുന്നതല്ല, പഠിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ രണ്ടും പറഞ്ഞ ഒരാള് ഒരേ കാര്യം പറഞ്ഞ് രണ്ടുപേരും രണ്ട് രീതി റെക്കോർഡ് ചെയ്തേക്കുന്നതിൽ മാത്യു എഴുതിയെടുത്ത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എഴുതിയിട്ടില്ല. അല്ല, സ്വർഗരാജ്യം സംഭവിച്ചാലും രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. ഇല്ല, ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു, ഒരാൾ സ്വർഗരാജ്യം സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഇതില് മാത്യു എഴുതിയേക്കുന്നിടത്ത് ഒരു കാര്യം എഴുതിയിട്ടുള്ളൂ. എന്താ എഴുതിയേക്കുന്നത്? മാത്യു എഴുതിയിട്ടുണ്ടോ ബിനു സുവിശേഷത്തിൽ വിശ്വസിക്കാൻ? അനുദപിക്കുന്നു എഴുതിയിട്ടുള്ളൂ. മർക്കോസ് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എഴുതിയിട്ടുണ്ട്. ബട്ട് നെസസറിലി ദി മെസ്സേജ് ഇസ് സെയിം. കാരണം ഇത് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ കോമൺ സെൻസ് വെച്ച് പഠിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ദൈവശാസ്ത്രവും വൈദ്യശാസ്ത്രവും പഠിക്കുന്നതല്ല. അപ്പോൾ മാത്യു എഴുതിയെടുത്ത് അനുദപിക്കൂ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വേറെ കാരണം കർത്താവ് പറഞ്ഞ് സെയിമാ. മർക്കോസ് എഴുതിയേക്കുന്നിടത്ത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന എഴുതിയിട്ടുണ്ട്. വാട്ട് ഐ വാണ്ട് ടു ടെൽ ഈസ് ദി ട്രൂ റിപ്പൻറ്റൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഫെയ്ത്ത് ഇൻ ജീസസ് ഓൾസോ, ഓർ ട്രൂ ഫെയ്ത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് റിപ്പൻറ്റൻസ്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ഇത് എന്താ പറയുന്നത്, ഒരാളുടെ പ്രസംഗം ഒരു കൺവെൻഷൻ പോയാൽ അവർക്ക് സമയം കിട്ടില്ല, അവരെല്ലാം ഓടിച്ച് പറഞ്ഞു പോകത്തുള്ളൂ. ബട്ട് വി ഹാവ് ടു സ്റ്റഡി ഇറ്റ്. അപ്പൊ ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ട്രൂ ഗോസ്പൽ എന്ന് പറയുന്നത്, നമ്മൾ സത്യസുവിശേഷത്തെ കുറിച്ചാണ് ചിന്തിച്ചേ. സത്യസുവിശേഷം എന്ന് പറയുന്നത്, അപ്പോൾ അതിനകത്ത് ഇപ്പൊ അനുതാപം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിലും ഇറ്റ് ഇൻക്ലൂഡ്സ് ഫെയ്ത്ത് ഇൻ ജീസസ്. ഇനി ഇപ്പൊ വിശ്വസിക്കുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിലും ഇറ്റ് ഇൻക്ലൂഡ്സ് റിപ്പൻറ്റൻസ്. ഇപ്പൊ അതിന്റെ എക്സാമ്പിളുകൾ നമ്മൾ എടുത്താൽ, ആ സ്ഥലത്തേക്ക് പോകല്ല, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണം. ഇപ്പൊ ഫിലിപ്പയിലെ ജയിലധികാരിയോട് ചോദിച്ചു, ആ യജമാന്മാരെ ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? എന്താ ആൻസർ? എന്തായിരുന്നു? വിശ്വസിക്കുക. അവിടെ വിശ്വസിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മാനസാന്തരപ്പെടുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ കോമൺ സെൻസ് പ്രയോഗിക്കുന്നത്, അതിനകത്ത് പൗലോസ് കറക്റ്റ് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി കൊർണേലിയൂസിന്റെ വീട്ടില് അവര് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ പത്രോസ് പറയുന്നുണ്ട്, മോശയുടെ നിയമത്തിൽ ഇല്ലാതിരുന്ന ഫോർഗീവ്നെസ് ഒക്കെ കർത്താവിന്റെ നാമത്തിലുണ്ട്. അപ്പൊ അവര് എന്താ പറയുന്നത്, അവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവസിച്ചു. അതായത് ഫോർഗീവ്നെസ് ഇല്ലാത്ത ഒരു ബോഡിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കയറില്ല. നോ. കാരണം എവിടെയെങ്കിലും ഒക്കെ കാണുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൊന്നും അല്ല, കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ക്ലീൻസ്ഡ് ആയാൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കയറുള്ളൂ. അല്ലാതെ കയറുന്ന ആത്മാവ് വേറെ ഏതെങ്കിലുമൊക്കെ ആത്മാക്കളായിരിക്കും. ഇഷ്ടംപോലെ ആത്മാക്കളുണ്ട് ലോകത്തിൽ, ഇല്ലേ? യോഹന്നാൻ പറയുന്നില്ല എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന്. അത് പല ആത്മാക്കളുണ്ട് ഈ ലോകത്തിൽ. നോക്കി ഇന്നത്തെ സുവിശേഷ പ്രവർത്തനത്തിൽ ഒരു 98% കള്ള ആത്മാക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത്, അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാൻ നമ്മൾ അന്ത്യകാലത്തായി പോയി. അതുകൊണ്ട് അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ച പോയിന്റ്, മാത്യു സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പോലും രേഖപ്പെടുത്തിയില്ല. ദാറ്റ് മീൻസ് ഈ ക്രിസ്ത്യൻ ലൈഫിലേക്ക് വരാനുള്ള മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്പൻറ്റൻസ് ആണ്. ഇനി കർത്താവ് അപ്പസ്തോലന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ നമുക്ക് കർത്താവ് അപ്പസ്തോലന്മാരും മാത്രമേ മാതൃകയുള്ളൂ. ഈ ബൈബിളിന് പുറത്തേക്കുള്ള ആരെയും മാതൃകയായിട്ട് എടുക്കണ്ട. നോ. എടുക്കാൻ പോയാൽ നമ്മൾ നശിച്ചു. നമുക്കറിയില്ല, നല്ല ആൾക്കാരില്ലെന്നല്ല, ഉണ്ട്. ബട്ട് അതിനുവേണ്ടി നമ്മുടെ ടൈം വേസ്റ്റ് ആക്കണ്ട അവരെ നല്ലതും ചീത്തയും അന്വേഷിക്കാനായിട്ട്. കാരണം നമുക്ക് ഇതിനകത്ത് എഴുതി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ലെസൺ ഇതിനകത്തുണ്ട്. ദെൻ മാത്യു ചാപ്റ്റർ 10 എടുക്കുമ്പോൾ, അല്ല മാത്യു അല്ല, മർക്കോസ് ചാപ്റ്റർ 6 എടുക്കുമ്പോൾ പെട്ടെന്ന് വായിച്ചു ദീപു. 6:30 തുടങ്ങി വായിക്കുമ്പോൾ, അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും എല്ലാം യേശുവിനെ അറിയിച്ചു.
അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തനിയെ സോറി 30 6:7 തുടങ്ങി വായിച്ചു. അവൻ ആ 12 പേരെ വിളിച്ച് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്ത് ഈ 2 പേരായി അവരെ അയക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ. അപ്പൊ ഇത് ആരയച്ചതാണ്? നമ്മൾ ഇത്തിരി ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന്, യു ഹാവ് ടു ടേക്ക് യുവർ മൈൻഡ് ബാക്ക് ടു ദി ടൈം ഓഫ് ജീസസ്. 2000 years പുറകോട്ട് മനസ്സിനെ കൊണ്ടുപോകണം. എന്നാലേ നമുക്കത് ശരിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സുവിശേഷം, ഇന്നത്തെ മൈതാന പ്രസംഗവും വലിയ ഫ്ലഡ് ലൈറ്റും TV ക്യാമറയൊക്കെ മനസ്സിലേക്ക് വെച്ചാൽ നമുക്ക് ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. യു ഹാവ് ടു ഗോ ബാക്ക് 2000 years ബാക്ക്. കർത്താവ് കടൽ തീരത്തും അവിടെ ഇവിടെയൊക്കെ ചുരുക്കം ആൾക്കാരോട്, ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിളോട് പ്രസംഗിക്കുന്നത്. മാക്സിമം ഗ്യാതറിങ് 5000 ഇത്രയൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ ഇതില് ഒന്ന് വായിച്ചോ. ആ 12 പേരെ വിളിച്ച് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്ത് ഈ 2 പേരായി അവരെ അയക്കാൻ തുടങ്ങി. ഓക്കെ, വായിച്ചു. യാത്രയ്ക്ക് ഒരു വടിയല്ലാതെ അപ്പമോ സഞ്ചിയോ മടിയിൽ പണമോ കരുതരുത് എന്ന് അവൻ കൽപ്പിച്ചു. അപ്പൊ രാജു, ഏത് സുവിശേഷനെ കിട്ടുമെന്ന് ഇപ്പൊ ഇതിനോട് ഉപമിച്ച്? ഇപ്പൊ ഇവിടെയാണ് കാണുക, കാരണം പണം കാണില്ല, ATM കാർഡ് കാണും. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോകം മുഴുവൻ മാറിപ്പോയി. അതുകൊണ്ട് കൈ പൈസ ഉണ്ടെങ്കിൽ സുവിശേഷം ശരിയല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മളൊന്ന് ആ ഒരു കോണ്ടെക്സ്റ്റിലൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാ. വായിച്ചു ദീപ. ചെരുപ്പ് ധരിക്കാം, പക്ഷെ 2 അങ്കി ധരിക്കരുത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പ്രവേശിച്ചാൽ ആ സ്ഥലം വിട്ടുപോകും വരെ ആ വീട്ടിൽ തന്നെ താമസിക്കുക. നിങ്ങളെ ഏതെങ്കിലും സ്ഥലത്ത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ, നിങ്ങൾ അവിടം വിട്ടു പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. അങ്ങനെ അവർ പുറപ്പെട്ട് അനുദപിക്കണം എന്ന് ജനങ്ങളോട് പ്രസംഗിച്ചു. മതി. അവിടെ ചെന്നിട്ട് അവര് അനുദപിക്കണം, കർത്താവായ യേശുവിൽ വിശ്വസിക്കണം എന്നൊന്നും അല്ല പറഞ്ഞു. ആണോ? അവര് മാത്യു സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് എഴുതിയില്ല, മർക്കോസ് എഴുതി. ഇവിടെ അവരുടെ പ്രസംഗം ഫെയ്ത്ത്ഫുൾ ആയിട്ട് മർക്കോസ് റെക്കോർഡ് ചെയ്തേക്കുന്നിടത്ത് അവർ പോയി പ്രസംഗിച്ചു തുടങ്ങിയത്. ഇന്നത്തെ സുവിശേഷം കമ്പയർ ചെയ്യാൻ വേണ്ടി, ജഡ്ജ് ചെയ്യാനല്ല, നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മളും സുവിശേഷ പ്രസംഗങ്ങൾ ഇപ്പോൾ പോയി കേൾക്കാൻ പോകുന്നില്ലെങ്കിലും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നവരാണ് നമ്മളെല്ലാവരും. വാട്ട് ദേ ആർ പ്രീച്ചിങ്? ലോകത്തിൽ പ്രീച്ച് ചെയ്യുന്ന എന്താ? കർത്താവ് രോഗസൗഖ്യം തരും, കർത്താവ് പട്ടിണി മാറ്റും, കർത്താവ് കടം മാറ്റിത്തരും, അനുഗ്രഹിക്കും, വിമാനത്തെ കയറ്റും, ചെറിയ വീടാണ് വലിയ വീട് വെച്ച് തരും. പ്രീച്ചിങ് വാസ് ഡിഫറെന്റ്. അവർ പ്രസംഗിച്ചത്, അവർ ചെന്ന് അവരിങ്ങനെ 2 പേരായിട്ട്, ഒത്തിരി പേര് വലിയ ബറ്റാലിയൻ ആയിട്ടൊന്നുമല്ല, അവർ 2 പേരായിട്ട് അവർ വീടുകളിൽ കയറി, വീടുകളുടെ കാര്യം പറഞ്ഞേക്കുന്നത്. അവർ വീടുകളിൽ കയറി ഇറങ്ങി. നോക്ക്, നിങ്ങൾ ഏതെങ്കിലും 10ാം സെന്റൻസ്, നിങ്ങൾ ഏതെങ്കിലും, അപ്പൊ നോക്ക്, അല്ല നമ്മൾ കാണുന്ന പോലെ നമ്മുടെ മനസ്സിൽ സുവിശേഷ പ്രസംഗം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റേജും മനസ്സിൽ വരുന്ന കേട്ടോ. ലോകം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് എന്താ? ഇതാ വരും പിള്ളേർക്ക് നമ്മൾ ഇന്ത്യ ആഫ്രിക്ക കാണിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വയ്ക്കുന്ന ഗ്ലോബാ ലോകം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത്. എന്ന് പറഞ്ഞാല് സുവിശേഷ പ്രസംഗം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലെന്താ? വലിയൊരു സ്റ്റേജില് ഒരാളെന്ന് പ്രസംഗിക്കുന്നതല്ല, ഈ രാഷ്ട്രീയക്കാരുടെ മീറ്റിംഗ് പോലെ 30 പേര് 40 പേര് സ്റ്റേജിൽ. അതാ ഇന്നത്തെ നമ്മൾ മനസ്സിൽ കാണുന്നത്. പക്ഷെ ഇവിടെ 2 പേര് ചെന്നിരിക്കുന്ന ഒരു വീട്ടിൽ. അപ്പൊ അവിടെ ചെന്നിട്ട് വേറെ അവർ പ്രസംഗിച്ച കാര്യം സ്റ്റാർട്ടിങ് ഓഫ് ദി പ്രീച്ചിങ് കാണുന്നത്. അല്ലാതെ ഇത് ഈ അനുദപിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവല്ലേ ഇത്. അപ്പൊ അവർ പ്രസംഗിച്ചു തുടങ്ങി എങ്ങനെയാ നമ്മൾ വായിച്ചത്? 13ാം സെന്റൻസ് അല്ല 12ാം സെന്റൻസ്. അങ്ങനെ അവർ പുറപ്പെട്ട് അനുദപിക്കണം എന്ന് ജനങ്ങളോട് പ്രസംഗിച്ചു. കാരണം ഈ കള്ള സുവിശേഷം എന്ന് പറയുന്നത് കള്ള സുവിശേഷാന്ന് പറഞ്ഞ് വരില്ല. അപ്പോ ഇതിന്ന് ഈ അനുതാപം എന്നുള്ള പാർട്ടങ്ങ് മാറ്റിയാലും ഇത് കള്ള സുവിശേഷമാണെന്ന് ഈ ബൈബിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം അവർ പ്രസംഗിക്കുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? യേശുക്രിസ്തുവിനെ കുറിച്ചായിരിക്കും. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാടുപെട്ട് മരിച്ചെന്നും ആ മരണം മുഖാന്തരം നമുക്ക് പാപമോചനം ഉണ്ടെന്നും ഈ കർത്താവിന്റെ അടിപ്പിണരുകളാൽ രോഗസൗഖ്യം ഉണ്ടെന്നും ഈ കർത്താവ് അത്ഭുതം ചെയ്യുന്നു, കർത്താവ് ബുദ്ധിമുട്ട് മാറ്റുമെന്നൊക്കെ പറയുന്നത് കേട്ടാൽ അതിനകത്ത് സംശയിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. അത് നമ്മൾ 100നെയും 1,00,000ത്തെയും 1 കോടിയൊക്കെ മൾട്ടിപ്ലൈഡ് ബൈ 0 പോലെയാണ്. ഏതായിരിക്കും വലിയ ഉത്തരം? ഏതായിരിക്കും ഇത്? 100നെ 0 കൊണ്ട് ഗുണിച്ചു, 1,00,000ത്തെ 0 കൊണ്ട് ഗുണിച്ചു, 1 കോടിയെ 0 കൊണ്ട് ഗുണിച്ചു. ഏതായിരിക്കും വലുതായിരിക്കും? 1 കോടിയുടെ ആയിരിക്കും. സെയിം വേ ഈ റിപ്പൻഡൻസിനെ മാറ്റിക്കളഞ്ഞു പിശാച്. പിശാചിനും പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിശാച് സെക്കൻഡ് എനിമിയാണ്. ഫസ്റ്റ് എനിമി നമ്മുടെ ഉള്ളിലെ ജഡമോഹങ്ങളാണ്. കാരണം നമ്മൾ സുവിശേഷ പ്രസംഗമായിട്ട് ഉള്ള ബന്ധത്തിൽ ന്യൂ ടെസ്റ്റാമെന്റിൽ ഏറ്റവും കൂടുതൽ
വാൺ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ഗോസ്പൽ വർക്കിനെയാന്ന് അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞു, യൂദാ പറഞ്ഞു, വെളിപാടിൽ എഴുതി. ഒരു പേഴ്സണാലിറ്റിയെ സൈറ്റ് ചെയ്തിട്ടുണ്ട്, ബിവെയർ ഓഫ് ഹിസ് വേസ് എന്ന് പറഞ്ഞു. അതിനറിയാം. അതായത് ദൈവവേലയ്ക്ക് ആ വഴിക്ക് പോകരുതെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ആരാണ്? ബലിയാമിന്റെ വഴിക്ക് പോകരുതെന്ന. കാരണം പത്രോസ് എഴുതി, യൂദാ എഴുതി, വെളിപാടിൽ എഴുതി. 3 ഇതിലും വാൺ ചെയ്തേക്കുന്ന ബേസിക് ഫെയിലിയർ എന്തായിരുന്നു ബലിയാമിന്റെ? അല്ല, 1 വേർഡ് അല്ല. ഇതിപ്പോ നമ്മള് ഒത്തിരി കാര്യമുണ്ട്, കഴുതപ്പുറത്ത് കയറിയതും കഴുതയുടെ പോയതൊക്കെ ഉണ്ട്. ബട്ട് 1 വേർഡ് ആൻസർ എന്താ രാജു? അല്ല, ബലിയാമിന്റെ ഫെയിലിയർ, അല്ല ബലിയാമിനെ വാൺ ചെയ്തേക്കുന്ന എന്ത് കാര്യം പറഞ്ഞിട്ടാ നമ്മൾ അറിഞ്ഞിരിക്കണ്ട. കാരണം ന്യൂ ടെസ്റ്റമെന്റ് 3 തവണ എഴുതിയേക്കുന്നത്. ഇപ്പം ന്യൂ ടെസ്റ്റമെന്റിൽ എഴുതാതെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം ദാവീദിന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരായിരുന്നു? ബിനു. കാരണം ഈ ഓൾഡ് ടെസ്റ്റമെന്റ് കുറച്ച് പഠിച്ചേ പറ്റൂ. നമ്മളിത് ഒരു ലൈഫ് ടൈം സിലബസാ. ദാവീദിന്റെ മുഖ്യ സൈന്യാധിപൻ ആരായിരുന്നു? ഇത് ഒരു പ്രസക്തി ഇല്ല എന്ന് പറയും. പണ്ടൊരു എൻ്റെ ഒരാള്, നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്, റൂത്തിന്റെ പുസ്തകം വായിച്ചു. റൂത്തിന്റെ പുസ്തകം 4 ചാപ്റ്റർ ഉള്ളൂ. എന്നിട്ട് എന്നെ പറയും, ഇത് വായിച്ചിട്ട് എന്താ കാര്യം? റൂത്തിന്റെ പുസ്തകം കൊണ്ട് നമുക്ക് എന്താ ഗുണം? എന്താ പിന്നെ റൂത്തിന്റെ പുസ്തകം കൊണ്ട് എന്താ ഗുണം? ഒരു ഗുണമില്ലാതെ തന്നെയാണോ? എന്താ ഗുണം? എന്താ റൂത്തിന്റെ പുസ്തകം കൊണ്ട്? എന്താ ജൂനിയർ റൂത്തിന്റെ പുസ്തകം വായിച്ച എന്ത് ഗുണം? ഒരു ഗുണമില്ല. എന്താ പറയുന്നത്? ഫ്രീ ആയിട്ട് പറയാം. എങ്ങനെയാണ് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഞാനിത് ഉറക്കം വരാതിരിക്കാനും എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ. അച്ചായൻ പറയും, എന്താ അച്ചായ റൂത്തിന്റെ പുസ്തകം വായിച്ച എന്ത് ഗുണം? അച്ചായൻ അതിന്റെ പൊരുൾ കിട്ടി. കാരണം ഈ പെണ്ണുങ്ങൾ പറയാത്ത എന്താന്ന് ചോദിച്ചാല് ഇത് പ്രശ്നമുണ്ട് അമ്മായിയമ്മമാരുമായിട്ട്. അതുകൊണ്ടാണ് അവർക്ക്. അപ്പൊ അച്ചായനൊരു പ്രശ്നമില്ല. അച്ചായന്റെ അമ്മായിയമ്മ ഇപ്പൊ എന്തായാലും ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ ഇനി പ്രശ്നമില്ല. ഇതൊന്നും മെസ്സേജ് അറിയില്ലാണ്ടാണോ മിനു റൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന്? ആണോ? അതിനകത്ത് അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും മെസ്സേജ് ഉണ്ട്. പ്രൈമറി മെസ്സേജ് ആർക്കാ? മരുമകൾക്കാണോ അമ്മായിയമ്മയ്ക്കാണോ? അതൊന്നും പറയാം. ഇനിയിപ്പോ അമ്മായിയമ്മ ആണ്ട് ബിനുവിനൊക്കെ യൂണിക്കൊക്കെ ആണ്ടേ, ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാല്. അമ്മായിയമ്മ അമ്മായി അപ്പനും അതിന്ന് ലെസൺ എടുക്കാം വേണ്ടേ? എന്താ അമ്മായിയമ്മയ്ക്കുള്ള അമ്മായിയമ്മയ്ക്കാണോ മരുമകൾക്കാണോ ഒരു പ്രൈമറി മെസ്സേജ്? ഇതിപ്പോ ഒന്നും അറിയാൻ വയ്യാത്തവരോട് ചോദിക്കുന്ന പോലെ ആണോ? ആർക്കാ ബിനു? മരുമകൾക്കാണോ പ്രൈമറി മെസ്സേജ്? അതെ അമ്മായിയമ്മയ്ക്കാണോ? ആർക്കാ ജൂണി? ബെറ്റ്സി വായിച്ചിട്ടുണ്ടോ റൂത്തിന്റെ പുസ്തകം? അപ്പൊ അത് ഇപ്പൊ തൽക്കാലം വേണ്ട. അപ്പൊ ആർക്കാ പ്രൈമറി മെസ്സേജ്? ആർക്കാ ബിജൻ? അല്ല, അമ്മായിയമ്മയ്ക്കാ. കാരണം ഈ അമ്മായിയമ്മയുടെ ക്യാരക്ടർ മുഖാന്തരം നമ്മൾ റൂത്തിനെ കുറിച്ച് അറിയുന്നത് തന്നെ. റൂത്ത് എന്താ പറയുന്നത്? റൂത്ത് പറയുന്നത് ആരൊക്കെ പൊക്കോട്ടെ, എൻ്റെ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം. അല്ല, അമ്മായിയമ്മയോടുള്ള സ്നേഹത്തിന് കാരണം അമ്മായിയമ്മയും ദൈവമായിട്ടുള്ള ബന്ധം. റൂത്തിന്റെ പുസ്തകത്തിൽ ഒരു മെസ്സേജും ഇല്ല എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറഞ്ഞേക്കുന്ന പോലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് വേറെ. നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് എന്തായിരുന്നു? അതെ, ദാവീദിന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പറഞ്ഞിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. ബട്ട് ഇത് നമ്മള് ജൂവിഷ് സ്റ്റെമ്മിലാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യഹൂദരുടെ ഹിസ്റ്ററി അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോള് പറഞ്ഞിട്ടുണ്ട് ഈ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം എന്തിനു വേണ്ടി? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മളെ ബുദ്ധി ഉപദേശിക്കാനാണ്. അതെ, അതുകൊണ്ട് നമുക്ക് പഴയ നിയമത്തിലെ ആരായിരുന്നു ബിനു ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്? ഡേവിഡ്. ശ്രദ്ധിച്ചിട്ടില്ല? ആരായിരുന്നു ജൂനി? ബിജൻ? യോവാബായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പൊ ഇവര് നമ്മൾ ഈ റിപ്പൻഡൻസിലേക്ക് വിൽ കം ബാക്ക് ടു ഇറ്റ്. അപ്പൊ ട്രൂ റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാല് എന്തുണ്ട്? അപ്പൊ ഈ അപ്പസ്തലന്മാരും പ്രസംഗിച്ചതും കർത്താവും പ്രസംഗിച്ചത് എന്താ? അനുതപിക്കണം എന്നാ. അപ്പൊ നമ്മള് ഈ ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ കംപ്ലീറ്റ് ആട്രിബ്യൂട്ട്സ് കറക്റ്റായിട്ട് തന്നെ ബൈബിളിലുള്ളതെല്ലാം പുട്ട് ഫോർവേഡ് ചെയ്ത് ഈ കർത്താവിൽ വിശ്വസിക്കുന്ന പറഞ്ഞ ആൾക്കാർ ഈ കർത്താവിൽ വിശ്വസിക്കും, ഇതെല്ലാം അബ്സല്യൂട്ട്ലി വിശ്വസിക്കും. പക്ഷെ ഒറ്റ എണ്ണം രക്ഷപ്പെടില്ല. ദാറ്റ് ഈസ് ദി ഡിസെപ്ഷൻ. കാരണം ആദാമിന്റെ സന്തതി, ആദത്തിന് അവയ്ക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ആദാമിന്റെ സന്തതി 100% ദൈവത്തിൽ നിന്ന് അകന്നു പോയേക്കുന്നവരാ, അല്ലേ? മറ്റേ ആളുമില്ല, എക്സെപ്ഷൻ ഇല്ല. അപ്പൊ ആദാമിന്റെ സന്തതി എല്ലാം ദൈവത്തിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇങ്ങനെ ഈ പോകുന്ന വഴിക്ക് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ അങ്ങ് പോവാം.
പോകാൻ പറ്റില്ലേ? ഇനി യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ആ പോകുന്ന വഴിക്ക് പോവാം. ബട്ട് റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മടങ്ങി വരവാ. നമ്മൾ മുടിയനായ പുത്രൻ്റെ എന്ന് പേര് കൊടുത്തേക്കുന്ന ഉപമയില് നമ്മൾ വായിക്കുന്നത് എന്താ? അതൊന്നും എടുക്കാതെയൊക്കെ ഇതൊക്കെ ഇത് എല്ലാവർക്കും ബൈബിളിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കത് എടുത്ത് സമയം കളയാതെ പെട്ടെന്ന്. അതെ, സുബോധം വന്നപ്പോൾ എന്താ രാജു പറഞ്ഞു? അതെ, സുബോധം വന്നപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവും. അപ്പോൾ ഒന്ന് അറിയേണ്ട ഒരു കാര്യം, റിപ്പൻറ്റൻസ് വരണമെങ്കിൽ ആദ്യം എന്ത് വരണം? അതിനു മുമ്പ് സുബോധം വരണം. സുബോധം ഇല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടാന്നേ പറയത്തുള്ളൂ. കാരണം ആരും ലോകത്തിന്റെ ബുദ്ധി ഇല്ലെന്നല്ല, പക്ഷെ സ്പിരിച്വലി സുബോധം വന്നില്ലെങ്കിൽ എന്ത് പറയുക? സമയമായിട്ടില്ല, ഒന്നോടെ ഞാൻ നാട്ടിൽ പോയിട്ട് വരട്ടെ. ക്ലിയർ. ഇപ്പൊ ഞാൻ മുഖം നോക്കാനൊന്നുമില്ല, കാരണം സ്പിരിച്വലി സുബോധം വരാത്തോണ്ട്. അത് സുബോധം വന്നത് എന്താ? ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്താ? Hebrews 3:7 എന്ന് വെച്ചാൽ Hebrews 3:7. അതിനാൽ പരിശുദ്ധാത്മാവ് വരം ചെയ്യുന്നത് പോലെ ഇന്നും നിങ്ങൾ അവന്റെ സ്വരം കേൾക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷാദിനത്തിൽ ഉണ്ടായ കലാപത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കരുത്. മതി. അപ്പോ ഇന്ന് നീ അവന്റെ സ്വരം കേൾക്കുന്നു എങ്കിൽ, മരുഭൂമിയിൽ അവർ ചെയ്ത് നശിച്ചുപോയ 40 വർഷം അതിലൊക്കെ ഇറങ്ങിയടിച്ച് നശിച്ചതാ. ആ മരുഭൂമിയിൽ വെച്ച് അവർ ചെയ്ത പോലെ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് എന്ന് പറയാവുന്ന ദിനങ്ങൾ ഉള്ളിടത്തോളം ദൈവത്തിന് പ്രസന്റ് ടെൻസേ ഉള്ളൂ, പാസ്റ്റ് ടെൻസും ഇല്ല, ഫ്യൂച്ചറും ഇല്ല. പാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഫ്യൂച്ചറും നമുക്കറിയില്ല. ദെൻ ഈ 2 കൊറിന്ത്യൻസ് അച്ഛാ അതോടെ വായിച്ചത് 2 കൊറിന്തോസ് 6:2 വായിക്കുമ്പോൾ അവൻ അരുൾ ചെയ്യുന്നു, അനുകൂലമായ സമയത്തും ഞാൻ നിന്നെ ചെലുത്തുന്നു, രക്ഷയുടെ ദിനത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഇതാണ് അനുകൂലമായ സമയം, ഇതാണ് രക്ഷയുടെ ദിനം. ഞങ്ങളുടെ ശുശ്രൂഷ. അതെ, മതി. നൗ ടുഡേ ഈസ് ദി ഡേ, നോട്ട് ടുമോറോ, നോട്ട് യെസ്റ്റർഡേ. ഇതാണ് നൗ. ഇംഗ്ലീഷ് വായിച്ചോണം, അതൊന്ന് വായിച്ചോണം. 6:2 2 Corinthians. For he says, in the time of my favor I heard you, and in the day of salvation I helped you. I tell you, now is the time of Now is the time of God's favor. അതെ, now is the time. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദി ടൈം, അല്ലെങ്കിൽ ഇന്നലെ ടൈം അല്ല. നോട്ട് ഈവൻ 1 minute ആഫ്റ്റർ. നൗ ഈസ് ദി ടൈം, നോട്ട് ടുമോറോ. പക്ഷെ നമ്മൾ ആദ്യം വായിച്ച പോലെ തന്നെ ഈ ബോധ്യം പറഞ്ഞ ആദ്യം എന്ത് വരണം? സുബോധം വരണം. അതിപ്പം നമുക്ക്, ഞാൻ 25 വയസ്സിലാണ് എനിക്ക് സുബോധം വന്നത്. അതിന് മുമ്പ് ഭയങ്കര ഭക്തനായിരുന്നു, ബൈബിൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, ബട്ട് അറിഞ്ഞിരിക്കണ്ടേ, അറിയണമല്ലോ, അറിയണ്ടേ. അപ്പൊ നമുക്ക് സുബോധം വന്നാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നൗ ഈസ് ദി ടൈം. അപ്പൊ ഇതിൽ നമ്മൾ ചിന്തിച്ചത്, ഇത് സീരിയസ് ആയിട്ട് ഇരുന്നു, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും, കർത്താവ് രോഗസൗഖ്യം തരും, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, പാടുപെട്ട് മരിച്ചു, ത്രിത്വത്തിൽ രണ്ടാമനായിരുന്നു, കന്യാജന്മം പ്രാപിച്ചു, മടങ്ങി വരും, ഉയർത്തെഴുന്നേറ്റു, ഇതെല്ലാം വിശ്വസിച്ചു. ഇനി കർത്താവിൽ നിന്ന് പല അനുഗ്രഹങ്ങളും പ്രാപിച്ചു, രോഗശാന്തി കിട്ടി, ഇതൊക്കെ കിട്ടും. കാരണം കർത്താവിന്റെ കരുണയിൽ പലതും ചെയ്യും. നമുക്ക് കർത്താവ് പിശാചിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കൊടുത്തിട്ടുണ്ട്, അല്ലേ? പിശാച് പറഞ്ഞു, ഞങ്ങൾ പുറത്താക്കുവാണ്, ഈ പന്നികളിൽ കയറ്റണമെന്ന്. ദാറ്റ് വാസ് എ റിക്വസ്റ്റ്, ഗ്രാൻഡ് ചെയ്തില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, പിശാചിന്റെ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഇന്ന് ഈ അടുത്ത ദിവസം ആരാ പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ഇവിടെ തന്നെയാണ്. അതായത് ഞങ്ങൾ ചോദിച്ചിട്ട് ഒരു കാര്യം പോലും കർത്താവ് കുടുംബമായിട്ട് സാധിച്ചു തരാതിരുന്നിട്ടില്ല. നമ്മുടെ ബാബുവിന്റെ ചേട്ടനും ചേച്ചിയൊക്കെ വന്നൊക്കെ പറഞ്ഞു. അതായത് കർത്താവ് നടത്തിയിട്ട ഈ കണ്ടീഷൻ വരെ എത്തിയത്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ഇറ്റ് ഈസ് ട്രൂ ഫോർ എവരിബഡി ഇൻ ദി വേൾഡ്. കർത്താവിന്റെ കരുണ കൊണ്ടാണ് നമ്മൾ ഒരു അവസ്ഥയിൽ എത്തിയേക്കുന്നത്. ബട്ട് വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ഗോഡ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അല്ല, കർത്താവിന്റെ കരുണ കൊണ്ടല്ല നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? കർത്താവിന്റെ കരുണയും കർത്താവിന്റെ അത്ഭുതകരമായിട്ടുള്ള സഹായം കൊണ്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ആൾക്കാർ പറയുന്നത് കർത്താവിന് വലിയ കരുണ കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ. ഇത് എല്ലാവരെയും സംബന്ധിച്ച് ശരിയാ. അപ്പോ ഈ നമ്മുടെ റെസ്പോൺസ് ടു ഗോഡ്, അതാ നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യരും അസ്വീകാര്യരും ആക്കുന്നത്. അല്ല, കർത്താവിൽ നിന്ന് കരുണയും നന്മയും കിട്ടാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. പലപ്പോഴും ആൾക്കാർ
ഞാൻ ചിന്തിക്കാറുണ്ട് ഈ കർത്താവിന്റെ ഈ സ്വഭാവമായി കുഴപ്പമുണ്ടാക്കുന്നത്. എന്നാൽ കർത്താവിനെ വിളിക്കാത്തവർക്ക് എല്ലാം കഷ്ടവും ദുരിതവും നാശമായിരുന്നെങ്കിൽ കുറേ ആൾക്കാർ രക്ഷപ്പെട്ടു. അപ്പൊ ഈ കർത്താവിന്റെ സൽസ്വഭാവം കൊണ്ട് ആൾക്കാർ മാനസാന്തരപ്പെടാത്തത്. നമ്മുടെയൊക്കെ സ്വഭാവമായിരുന്നെങ്കിൽ ആൾക്കാർ ഒത്തിരി മാനസാന്തരപ്പെട്ടേനെ. പക്ഷെ കർത്താവിന് അങ്ങനെയുള്ള മാനസാന്തരം വേണ്ട. നല്ല ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുന്നതിന് മാത്രമേ. ഈ എക്സോഡസ് 25:2 വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ക്യാരക്ടർ എഴുതിയിരിക്കുന്നിടത്ത് ഒന്ന് വായിച്ചാൽ മതി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് എനിക്ക് കാഴ്ചവസ്തുക്കൾ കൊണ്ടുവരാൻ പറയൂ. സന്മനസ്സോടെ ആര് എന്ത് കാഴ്ചവസ്തു തന്നാലും നിങ്ങൾ എനിക്ക് വേണ്ടി സ്വീകരിക്കുക. അതെ, അങ്ങനെ മാത്രമേ ദൈവം സ്വീകരിക്കുള്ളൂ. സന്മനസ്സോടെ ആര് എന്തല്ലാതെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ശരി നീ കർത്താവിലേക്ക് വന്നാൽ നിന്റെ കഷ്ടപ്പാടെല്ലാം മാറും, അല്ലെങ്കിൽ നിനക്കിപ്പോൾ ഉള്ള കടം മാറും, രോഗം മാറും, അത് മാറും, ഇതൊന്നും ദൈവം സ്വീകരിക്കത്തില്ല. ഇത് രോഗശാന്തിയെ കിട്ടിയെന്നിരിക്കും, അല്ലെങ്കിൽ ആള് വന്നെന്നും ഇരിക്കും. ഇപ്പം നമ്മൾ വായിക്കുന്നുണ്ട്, ആ സാമറിറ്റൻ സ്ത്രീ എന്ന് സാക്ഷ്യം പറഞ്ഞു. ചെന്ന് സാക്ഷ്യം പറഞ്ഞു എന്തായിരുന്നു സാമറിറ്റൻ സ്ത്രീയുടെ സാക്ഷ്യം? എന്തായിരുന്നു അച്ഛനറിയാം. സമറിയക്കാരി വെള്ളം കോരാൻ വന്നെടുത്ത് കർത്താവ് ചെയ്തത്. അവൾ എന്ന നാട്ടിൽ ചെന്ന എല്ലാവരോടും പറഞ്ഞ സാക്ഷി എന്തായിരുന്നു? അവള് പറഞ്ഞ സാക്ഷി വായിച്ചല്ലോ, യോഹന്നാന്റെ സുവിശേഷം. എന്താ ബെറ്റ്സി അവളുടെ സാക്ഷി എന്തായിരുന്നു? മറന്നുപോയോ? അതെ, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരാളെ കാണിച്ചു തന്നു. അവൻ ചിലപ്പോൾ സാക്ഷാൽ ലോകരക്ഷകനായി എല്ലാവരോടെ വന്നു. അപ്പൊ ആ വിശ്വാസം ആരംഭിച്ചത് ഒരു അത്ഭുതം കണ്ട, അടയാളം കണ്ടെന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യങ്ങളെല്ലാം, സീക്രട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ വന്നത്. അത് കഴിഞ്ഞ് കർത്താവ് 2 ദിവസം അവിടെ താമസിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഇപ്പൊ നീ പറഞ്ഞുകൊണ്ടല്ല, ഓക്കെ വട്ടവർ ഇറ്റ് ഈസ്. പക്ഷെ പിന്നീട് ഷാജൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ 2 വർഷം കഴിഞ്ഞ് അതിൽ കർത്താവ് കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമറിയക്കാർ കർത്താവിനെ റിജക്ട് ചെയ്തു. അന്നേരം അവർ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അത്ഭുതത്തിലും അടയാളത്തിലും അല്ലെങ്കിൽ ഒരു വികാര വിക്ഷോഭത്തിലും ഒന്നുള്ളതൊന്നും ഫെയ്ത്ത് അല്ല. നോ, ദി റൈറ്റ് ഫെയ്ത്ത് അല്ലെ റൈറ്റ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടൂന്ന് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പേടിപ്പിച്ചിട്ടോ നീ ഇപ്പം കർത്താവിലേക്ക് വന്നില്ല നിനക്ക് കേൾക്കുന്നോ, ഇത് ദൈവം അങ്ങനെയോട്ട് ചെയ്യുമോ? ഇല്ല, ആരെയും ദൈവം പീഡിപ്പിക്കാനിരിക്കുന്ന ആളുമല്ല. അതായത് നല്ല ഹൃദയത്തിൽ നിന്ന്, വെൽ തോട്ട് അല്ലെങ്കിൽ സുബുദ്ധിയിൽ നിന്ന്, സുബോധത്തിൽ നിന്ന്, ആ പൂർണ്ണ ഹൃദയത്തോടെ വോളണ്ടറി ആയിട്ട് എടുക്കുന്ന ഡിസിഷന് മാത്രമേ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്നത് ആര് സന്മനസ്സോടെ ആരെന്ത് കൊണ്ടുവന്നാലും അല്ലാതെ ദൈവം സ്വീകരിക്കില്ല. ദൈവത്തിന്റെ ക്യാരക്ടറാണ്. നമുക്ക് ദൈവത്തിന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ക്യാരക്ടറിലേക്ക് നമുക്ക് വരാനേ പറ്റൂ, ദൈവത്തെ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഇതില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നത്. അപ്പം ഇതിനിടയിൽ ഒരു കാര്യം കൂടെ, ഒരു ക്രിസ്ത്യ കോളത്തിൽ സംശയമുള്ള ഒരു കാര്യം, അതോടെ ഇൻസിഡന്റലി ചിന്തിക്കുന്നതല്ല. ബൈബിളില് കിങ്ഡം ഓഫ് ഹെവൻ ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടും, ഒന്ന് സ്വർഗരാജ്യവും ഒന്ന് ദൈവരാജ്യം. അത് തമ്മിൽ എന്താ വ്യത്യാസം? ദൈവം അല്ലേ? വായിച്ചിട്ടില്ലേ? എന്താ ബിനു? കാരണം ഇത് അറിയണ്ട. കാരണം ഞാൻ എന്നോട് അടുത്തൊരാൾ ഇങ്ങനെ ചോദിച്ചാൽ അവിടെ ഒരു വലിയൊരു ബൈബിൾ സ്റ്റഡിയും ഇതൊക്കെ വന്നപ്പോൾ അപ്പോൾ കുറേ പേര് പറഞ്ഞു ദൈവരാജ്യം അങ്ങനെയാണ്, സ്വർഗരാജ്യം ഇങ്ങനെയാണ്. അപ്പോൾ ഈ എന്താ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ ബിനു? എന്താ ജോലി ഉറക്കെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും പറയരുത്. രണ്ടും ഒന്ന് തന്നെ. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് ബൈബിളിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കാരണം ഇതൊക്കെ സംശയങ്ങളാണ് ക്രിസ്ത്യ കോളത്തിൽ. ഇപ്പൊ നമ്മൾ എടുത്ത സ്ഥലത്ത് തന്നെ മത്തായി എഴുതി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന്, മാർക്കോസ് എഴുതി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സെയിം തിങ്. അപ്പൊ ആ കാര്യത്തിൽ സംശയം ഉണ്ടാകരുത്. അത് നമ്മൾ ഇൻസിഡന്റലി ചിന്തിച്ചെന്നുള്ളൂ. അറ്റ് ദി സെയിം ടൈം വി ആർ കമ്മിങ് ബാക്ക് ടു. അപ്പൊ ഇതിനകത്ത് ഇനി റിപ്പൻറ്റൻസ് ആണല്ലോ നമ്മൾ ചിന്തിച്ചത്. റിപ്പൻറ്റൻസ് യൂദാസ് റിപ്പൻറ്റ് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. അതെ, ബാക്കിയുള്ള ട്രൂ റിപ്പൻറ്റൻസ് അവര് ഡേ ഓഫ് പെന്തിക്കോസ്റ്റിൽ അവരോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ 2 റിപ്പൻറ്റൻസ് അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത് അല്ലേ? സ്ഥലം എടുക്കണ്ടല്ലോ. മാത്യു ചാപ്റ്റർ 27 യൂദ അനുദപിച്ചു, ഇംഗ്ലീഷിലാണ് ഈ റിപ്പൻറ്റഡ് എന്ന് തന്നെ എഴുതിയേക്കുന്നത്. ഇനി അപ്പൊ ഈ 2 റിപ്പൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം, കാരണം റിപ്പൻറ്റൻസ് ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള. ഈ 2 റിപ്പൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ അഭിജൻ? അത് നമ്മൾ കറക്റ്റായിട്ട് അറിയണ്ടേ. കാരണം ആൾക്കാർക്ക് ഇങ്ങനെയുള്ള റിപ്പൻറ്റൻസ് ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയാസം ചെയ്തു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അല്ല മോഷ്ടിക്കാൻ പോയി ഒരു റിപ്പൻറ്റൻസും ഇല്ലായിരുന്നു. പക്ഷെ പോലീസ് പിടിച്ചപ്പോൾ എന്ത് വിചാരിച്ചു? ശോ, അതിന് പോകണ്ടായിരുന്നു. എക്സാക്ട്ലി യൂദാസിന്റെ റിപ്പൻറ്റൻസിന്റെ മേലത്. അത് വാഴക്കൊല മോഷ്ടിച്ചതിനെ കുറിച്ചല്ല ദുഃഖം, ആണോ? പോലീസ് പിടിച്ചപ്പോൾ ചിന്തിച്ചു,
അത് ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെ പല ആൾക്കാരുടെ റിപ്പൻറ്റൻസ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്തു, ഭാര്യ ചിലപ്പോൾ ഭർത്താവിനെ അറിയിക്കാതെ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ അറിയിക്കാതെ എന്തെങ്കിലും ചെയ്തു. അത് അറിഞ്ഞു കഴിഞ്ഞു വളരെ കഷ്ടമായി, എന്നെ വേറെ ആൾക്കാർ. അത് അറിയാതിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള റിപ്പൻറ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 തരം റിപ്പൻറ്റൻസ് ഉണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം റിപ്പൻറ്റൻസ് ഈസ് മോസ്റ്റ് ക്രൂഷ്യൽ തിങ്. അപ്പം ഇതിൽ യൂദാസിന്റെ റിപ്പൻറ്റൻസ് എടുക്കേണ്ട ആവശ്യമില്ല. യൂദാസിന് റിപ്പൻറ്റൻസ് ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ആ എന്താ പറയുന്നത്, ആ നിഷ്കളങ്ക രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു, അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഇട്ടു. അപ്പൊ യൂദാസിന്റെ റിപ്പൻറ്റൻസ് ഇനീഷ്യൽ സ്റ്റേജിൽ ആ ചെയ്ത തെറ്റിനെ കുറിച്ച് നല്ല ദുഃഖമായിരുന്നു, അല്ലേ? കർത്താവിനോടുള്ള നിഷ്കളങ്ക രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. അങ്ങനെ തന്നെയല്ലേ ഷാജി? നിഷ്കളങ്ക രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. ഇപ്പൊ ആസറസ് റിപ്പൻറ്റൻസ് ഈസ് കൺസേൺ, അതിന്റെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ യൂദാസിന്റെ ഇനീഷ്യൽ പാർട്ട് കറക്റ്റാ, ബട്ട് സെക്കൻഡ് പാർട്ടിൽ പോയി. അതായത് കർത്താവില് ഈ ദുഃഖം തോന്നിയിട്ട് കർത്താവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് യൂദാസ് രക്ഷപ്പെട്ടാൻ. തീർച്ചയായിട്ടും കർത്താവ് എനിക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് യൂദാസ് രക്ഷപ്പെടില്ലേ? അത് എന്നാലും നീ എന്റെ ക്രൂശീകരണത്തിന് കാരണക്കാരനായവൻ നീയാണ്, അതുകൊണ്ട് നിന്റെ കാര്യം പോകാന്ന് പറയുക കർത്താവ്. എന്നാ പറ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ രണ്ടും കൂടെ കറക്റ്റായിട്ട് വന്നാലേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. ഇപ്പൊ യൂദാസ് ചെയ്ത തെറ്റിനെ കുറിച്ച് നല്ല ദുഃഖം ഉണ്ടായിരുന്നു. നമ്മുടെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന അതിനേക്കാളെല്ലാം ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഉണ്ടായി പോയി, കെട്ടിത്തൂങ്ങി ചത്തു. അപ്പൊ ഇതില് പക്ഷെ യൂദാസ് രക്ഷപ്പെട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഈ ഗോഡ്ലി റിപ്പൻറ്റൻസും വേൾഡ്ലി റിപ്പൻറ്റൻസും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 Corinthians 7 എടുക്കുമ്പോൾ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഏത് റിപ്പൻറ്റൻസ് ആണെന്ന് നമുക്കത് വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ബൈബിളിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. ഉണ്ടോ? ഉള്ള ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ ദീപം? ബൈബിളിനകത്ത് ശരി അതിന്റെ അർത്ഥം എന്താണെന്ന് ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. ഈ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ബിജൻ? നമുക്ക് ഓൾറെഡി പ്രീ കൺസീവ്ഡ് ഐഡിയാസ് ഉണ്ട്, അതുകൊണ്ട് മാത്രമല്ല. അല്ലെങ്കിൽ ബൈബിളിനകത്ത് ഒരു സിംപ്ലസ്റ്റ് ബുക്ക്. കാരണം ഇത് സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരാൽ എഴുതപ്പെട്ട ഇത് വലിയ ഹൈ ഇന്റലക്ച്വൽസിന് ബുദ്ധിമാന്മാർക്ക് വേണ്ടി എഴുതിയേക്കുന്നതല്ല, ആണോ? സാധാരണക്കാർക്ക് വേണ്ടി, നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടി എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് കർത്താവ് പറഞ്ഞേക്കുന്ന പോലെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഇത് ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് കൊടുത്തു. മീൻസ് ഒരു കൊച്ചു കുഞ്ഞിൻ്റേത് പോലുള്ള ഹൃദയത്തോടു കൂടി ചെന്നാൽ എല്ലാം മനസ്സിലാവും, ഒരു സംശയം ഉണ്ടാകത്തില്ല. അപ്പോൾ 2 Corinthians 7 എടുക്കുമ്പോൾ 2 Corinthians 7 ഒറ്റ വീട് എടുക്കണ്ട, 8 തുടങ്ങി വായിച്ചാല് അത് മലയാളം വായിച്ച ദീപം എന്നിട്ട്. എന്റെ കത്തുകൊണ്ട് നിങ്ങളെ ദുഃഖിപ്പിച്ചതിന് മുമ്പ് ഖേദിച്ചിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് ഖേദമില്ല. അതെന്താ കോണ്ടെക്സ്റ്റ് അറിയാലോ ദീപം? എന്താ കാര്യം? എന്താ എന്റെ കത്തുകൊണ്ട് നിങ്ങളെ ദുഃഖിപ്പിച്ച കാരണം? എന്താ ദുഃഖിപ്പിക്കാൻ ദുഃഖം ഉണ്ടായ കാരണം സംഭവം എന്താ രാജു? ഇതൊക്കെ നമ്മൾ അറിയണം. അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അറിഞ്ഞേ പറ്റൂ. എന്താ രാജു സംഭവം? എന്താ ബിനു? പെട്ടെന്ന് പറയാം, നമ്മുടെ സമയം തരാൻ പോകുന്നത്. അതുകൊണ്ടാ. എന്തായിരുന്നു ജൂണി? എന്താ ബിജൻ കൊറിന്തോസാരോട് നിങ്ങളെ ദുഃഖിപ്പിച്ചു കാരണം എന്താ ജൂണി? ഒരു പിടിയില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ബൈബിൾ ഇൻട്രസ്റ്റ് എടുത്ത് പഠിച്ചേ പറ്റൂ. ഇതൊക്കെ ബൈബിൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് ആരും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അന്ന് പാപം ചെയ്ത ആളെ അവർ എക്സ്പെൽ ചെയ്തപ്പോൾ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ നമ്മൾ പുറത്താക്കി നമുക്കൊരു ദുഃഖമല്ലേ? തെറ്റ് ചെയ്തു. അതാണ് ഈ ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം. കാരണം ഈ പാപം ചെയ്താൽ ദൈവത്തിന് പിന്നെ കരുണയൊന്നുമില്ല. കരുണയില്ല എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്നിടത്തോളം കാലം. അപ്പൊ ഇവിടെ ദുഃഖം നിങ്ങൾക്ക് തന്നതിനെ കുറിച്ച് ഞാൻ ദുഃഖിക്കാന്ന് വായിച്ചു ദൈവം. ഇപ്പോൾ എനിക്ക് ഖേദമില്ല. കാരണമുണ്ട്. കാരണം അന്ന് ദുഃഖമുണ്ട്. കാരണം പാപം ചെയ്ത ദുഃഖം ഉണ്ടാവും ഉറപ്പായിട്ടും. ഏതൻ തോട്ടത്തിൽ അവർ വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കരുത്. പാപം ചെയ്തോട് ദുഃഖം കണ്ണീരായി. പാപം ചെയ്ത ദുഃഖമുണ്ട്, എങ്കിലും ഇപ്പൊ എനിക്ക് ദുഃഖമില്ല. കാരണം ആ കത്ത് കുറെ കാലത്തേക്കെങ്കിലും നിങ്ങളെ ഖേദിപ്പിച്ചിരുന്നല്ലോ. നിങ്ങൾ ഖേദിച്ചത് കൊണ്ടല്ല, നിങ്ങൾ ഖേദിച്ച് അനുദപിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സന്തോഷിക്കുന്നത്. ദൈവികമായ ഖേദമാണ് നിങ്ങൾക്കുണ്ടായത്. തന്മൂലം ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല. കാരണം ദൈവികമായ ഖേദം അനുതാപം ഉളവാക്കുന്നു, അത് രക്ഷയിലേക്ക് നയിക്കുന്നു. അത് സങ്കടകരമല്ല. ലൗകിക ഖേദമാകട്ടെ മരണകാരണമാകുന്നു. മതി. അപ്പൊ ഇതില് ഇംഗ്ലീഷ് വായിക്കും, ഇച്ചിരി മനസ്സിലാവും. അതുകൊണ്ടാ Even if I caused you sorrow by my letter, I do not regret it. മുഴുവൻ വായിക്കണ്ട, 10th സെന്റൻസ് വായിച്ചാൽ 9 തുടങ്ങി വായിച്ചു. Yet now I am happy, not because you were made sorry, but because your sorrow led you to repentance. For you became sorrowful as God intended, and so were not harmed in any way by us. Godly sorrow brings repentance that leads to salvation. അറിയേണ്ട കാര്യമാണ് ഗോഡ്ലി സോറോ
ബ്രിങ്സ് repentance റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞ് തീർത്താ പോരാ. റിപ്പൻറ്റൻസ് വിച്ച് ലീഡ് ടു സാൽവേഷൻ. വായിച്ചു അടിയിലോട്ട് വായിച്ചു. and leaves no regret. Ah. But worldly ആൻഡ് sorrow വേൾഡ്ലി സോറോ brings death. ബ്രിങ്സ് ഡെത്ത്. യൂദാസിന്റെ സോറോ ലെഡ് ടു ഡെത്ത്. നമുക്കറിയാവുന്ന കാര്യം. ലിറ്ററലി ഇറ്റ് ലെഡ് ടു ഡെത്ത്. ഇത് സെയിം തന്നെ. അപ്പോ ഈ ഗോഡ്ലി സോറോ ബ്രിങ്സ് സാൽവേഷൻ. ഓർഡർ പറ. റിപ്പൻറ്റൻസ് വിച്ച് ലീഡ് ടു സാൽവേഷൻ. വേൾഡ്ലി സോറോ ഡെഫിനറ്റ്ലി എന്താ പറയുന്നത്, അത് ഗോഡ്ലി. അപ്പൊ സ്റ്റാർട്ടിങ് സോറോ എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് വരുന്ന മാറ്റാ. സോറോ എന്ന് പറഞ്ഞാൽ ദുഃഖം കണ്ണീരെന്നുള്ള അർത്ഥത്തിലല്ല. ഇച്ചിരി മനസ്സിന് മാനസാന്തരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് കറക്റ്റാ. അതാ മാനസാന്തരമാണ് ഇച്ചിരി. അപ്പം ഹൃദയത്തിലൊരു പ്രിക്ക്. നമ്മൾ അങ്ങനെയല്ലേ പെന്തിക്കോസ് ഡേയിൽ വായിക്കുന്നു. ഹൃദയത്തിൽ അവർക്ക് കുത്തുകൊണ്ടു. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ്. അപ്പൊ ഈ യൂദാസിന്റെ ഉള്ളിലും കുത്തുകൊണ്ടു. ആ ഡേ ഓഫ് പെന്തിക്കോസിൽ പ്രസംഗം കേട്ടവരുടെ ഉള്ളിലും കുത്തുകൊണ്ടു. യൂദാസിൽ കുത്തുകൊണ്ടിട്ട് അത് വേർഡ്ലി സോറോ ആയിരുന്നത് കൊണ്ട് റിപ്പൻറ്റൻസ് വിച്ച് ഈസ് ലീഡിങ് ടു സാൽവേഷനിൽ എത്തിയില്ല. എന്നാൽ ഈ കൊറീന്തോ സഭയിൽ ഈ വ്യഭിചാരം ചെയ്ത ആളെ പുറത്താക്കി അവൻ ഇന്നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് ആൾക്കാർ മനസ്സാന്തരപ്പെടാത്തതിന്റെ ഒരു റീസൺ എന്താ? ഒരു സഭയിൽ നിന്ന് പുറത്താക്കി എന്ത് ചെയ്യും? അടുത്ത സഭക്കാരെ അവിടെ ബാനറും പിടിച്ചോണ്ടിരിക്കുക, വെൽക്കം. അവൻ ആ സഭ വിട്ടു. അവിടുത്തെ ശുശ്രൂഷ പാസ്റ്ററും ശുശ്രൂഷയൊക്കെ മോശമായ കാരണം ഞങ്ങളുടെ സഭയിലേക്ക് വന്നു. ഇപ്പൊ വളരെ ഹാപ്പിയായി. ഇവൻ വ്യഭിചാരം ചെയ്തിട്ടോ അപ്പനെ കൊന്നിട്ടോ എങ്ങനെയാട്ടെ സഭയിൽ ആൾ കൂടി, സഭയിൽ ഭയങ്കര ഉണർവ. അതല്ല ഇപ്പൊ സംഭവിക്കുന്നത്. ഐ ഹാവ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് അതുകൊണ്ടാണ് ഒരു സഭയിൽ നിന്ന് വരുന്ന ആൾക്കാരെ വേറൊരു സഭയിൽ സ്വീകരിക്കരുത്. അല്ലെങ്കിൽ ആ സഭയിലുള്ളവർ എന്ത് ജോഗ്രഫിക്കൽ റീസണിലോ എന്തെങ്കിലും റീസണിൽ ശരി അവിടെ, അല്ലെങ്കിൽ സ്പിരിച്വൽ റീസൺ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സഭയിൽ നിന്ന് പിണങ്ങി വരുന്നവന് വേറൊരു സഭയിൽ സ്വീകരിച്ചാൽ ഈ വരുന്ന സഭയും കൊളാവും, ഇവനും നശിച്ചു പോകും, ആകെ നാശമായി പോകും. പക്ഷെ ഇന്ന് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി വേൾഡ് ടുഡേ, ഒരു സഭ വിട്ട് വേറൊരു സഭയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ സഭക്കാർക്ക് എല്ലാം സന്തോഷം. അവിടുത്തെ ശുശ്രൂഷയും കൊള്ളത്തില്ല, അവിടെ ഒന്നും കൊള്ളാതെ അവരൊക്കെ എങ്ങോട്ടാ വന്നേക്കുന്നത്? ഈ നല്ല ശുശ്രൂഷ ഉള്ളിടത്തേക്കാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു സഭ വിട്ട് വേറൊരു സഭയിലേക്ക് പോകുന്നത് ദേ ആർ ബേസിക്കലി ഡേഞ്ചറസ് പീപ്പിൾ ആയിരിക്കും. കാരണം എല്ലാവരും എവിടെ ചെന്നാലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ട് ആൾക്കാർ. അവരുടെ ഷോർട്ട് കമ്മിങ്സ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്പിരിച്വൽ റീസണിലാണെങ്കിൽ ഓൾ റൈറ്റ്, അല്ലെങ്കിൽ അവിടെ പ്രസംഗം ശരിയല്ല, ടീച്ചിങ് ശരിയല്ലെങ്കിൽ നാച്ചുറലി എന്നാലും പറഞ്ഞിട്ടോ നിങ്ങളുടെ ടീച്ചിങ് ശരിയല്ല അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടോ ഇല്ല. അല്ലാതെ ഒരു വൺ ഫൈൻ മോർണിംഗിൽ ഡിസപ്പിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? റീസൺ പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ പോക്ക് ശരിയല്ല, സോ ഐ കനോട്ട് കണ്ടിന്യൂ, എൻ്റെ കോൺഷ്യൻസ് ഇവിടെ തുടരാൻ എന്നെ പെർമിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവാം. അറ്റ്ലീസ്റ്റ് അവർ മാനസാന്തരപ്പെടാൻ ഇടയായിരിക്കും. അപ്പൊ ഇവിടെ നമ്മളിത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, രണ്ട് തരം റിപ്പൻറ്റൻസ് ഉണ്ട്. റിപ്പൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന മനസ്സിലെ ദുഃഖത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രിക്കിങ്ങിൽ നിന്നാണ്. ഈ പ്രിക്കിങ് രണ്ട് സ്ഥലത്ത് എത്തിക്കാം. ഒന്ന് സ്പിരിച്വൽ ഡെത്തിലും ഒന്ന് സ്പിരിച്വൽ ലൈഫിലും എത്തിക്കാം. അപ്പൊ ഗോഡ്ലി ആയിട്ടുള്ള സോറോ ആണെങ്കിൽ അത് എവിടെ എത്തിക്കുന്ന രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയണം. ദാറ്റ് വിൽ ലീഡ് ടു റിപ്പൻറ്റൻസ് വിച്ച് വിൽ ലീഡ് ടു സാൽവേഷൻ. മറ്റത് എവിടെ എത്തിക്കും? റിപ്പൻറ്റൻസ് വിച്ച് വിൽ ലീഡ് ടു ഡെത്ത്. യൂദാസും അതിന്റെ എക്സാമ്പിൾ അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ നമ്മൾ ഇതിലേത് റിപ്പൻറ്റൻസിലാ ബിനു? ഏതാ ജൂണി? ഏതാ പതുക്കെ പറഞ്ഞ് പള്ളിയിൽ അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിപ്പിക്കുമ്പോൾ ഇങ്ങനെ വേറെ ആരും കേൾക്കാൻ പാടില്ല, പുറകിൽ ക്യൂ നിൽക്കുക. മിക്കവാറും ആരും കേൾക്കാൻ പാടില്ലാത്ത കാര്യമായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ അച്ഛന് തന്നെ കേൾക്കാൻ പാടില്ലാത്ത പോലെ ഇപ്പൊ കുമ്പസാരിപ്പിക്കുന്ന പോലെ പറയുന്നത്. കാരണം എന്താ? എന്തെങ്കിലും കുമ്പസാരല്ലോ, യു ടോക്ക് ലൗഡ്ലി ലെറ്റ് എവരിബഡി ഹിയർ. അപ്പൊ ഇത് നമ്മുടെ റിപ്പൻറ്റൻസ്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ പറയാം എന്റെ റിപ്പൻറ്റൻസ് ശരിയല്ല എന്ന് ആരെങ്കിലും പറയോ ബിജൻ? പറയോ എന്റെ റിപ്പൻറ്റൻസ് ശരിയല്ല എന്ന് പറയോ രാജു? പക്ഷെ ഇതിനകത്ത് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇന്ന് വായിച്ച് രാജു വായിച്ചു, അടിയിലോട്ട് വായിച്ചാൽ ബൈബിൾ സിമ്പിളാ. കാരണം ദൈവികമായ ഖേദ അനുതാപം ഉളവാക്കുന്ന രക്ഷയിലേക്ക്. അതിന്റെ 11ാം സെന്റൻസ് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഒന്ന് വായിച്ച്. 2 Corinthians 7:11 തുടങ്ങി. നോക്കൂ. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഗോഡ്ലി സോറോ വിച്ച് ലീഡ് ടു റിപ്പൻറ്റൻസ് ആൻഡ് ടു സാൽവേഷൻ. അതുകൊണ്ട് അതിന്റെ ഫ്രൂട്ട് എഴുതിയേക്കാം. നോക്കൂ. ദൈവികമായ ഈ ഖേദം എന്ത് തീഷ്ണതയാണെന്ന് നിങ്ങൾ ഉണ്ടാക്കിയത്. നിൽക്കുക. ഈ തീഷ്ണത ദൈവകാര്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടായേക്കുന്ന റിപ്പൻറ്റൻസ് നമ്മൾ ഇത് റൈറ്റ് റിപ്പൻറ്റൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നോ. നോക്കൂ, ഇത് എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്താ ബിനു? എന്ത് തീഷ്ണതയാണ് ദൈവകാര്യങ്ങളിൽ. ഇന്നിപ്പോ എന്താണെങ്കിലും ഇന്നിപ്പോ ലേറ്റായി, ഇന്നിപ്പോ ഇവിടെ കിടക്കാം.
അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇന്റർനെറ്റിലും ഉണ്ട് സാധനം, ഇന്നിവിടെ കിടക്കാം. And Bible says if your repentance is right which is leading to salvation, ദൈവകാര്യങ്ങളിൽ ശരി ജോലിക്ക് പോകുന്ന ഞാൻ കണ്ടേക്കുന്ന കാര്യം ഇപ്പം ആരും ഉദ്ദേശിച്ചിട്ടാന്ന് വിചാരിക്കരുത്. ജോലിക്ക് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ആൾ ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്ന് വന്ന 1 മണിക്കൂർ ഉറങ്ങുന്നതിന് മുമ്പ് അടുത്ത ഫോൺ കോൾ വന്നാൽ ചാടി എഴുന്നേറ്റു. അതേസമയം പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോഴോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ആകെ വയ്യാതെ കിടക്കുമായിരുന്നു. ആരും ഉദ്ദേശിച്ച് പറയുന്നതല്ല, പക്ഷെ ഇതിനകത്ത് എഴുതിയേക്കുവാണ് എന്തൊരു തീഷ്ണത, ദൈവിക തീഷ്ണത. ഇത് നമ്മുടെ ട്രൂ റിപ്പന്റൻസ് അവനൊന്നും തന്നെ ടെസ്റ്റ് ചെയ്താൽ മതി. രാജു അടുത്ത് എന്താ ദൈവികമായി എന്ത് തീഷ്ണതയാണ് നിങ്ങളിൽ ഉണ്ടാക്കിയത്. 2 അതെ, ഓരോന്നാണ് ശുദ്ധി പ്രാപിക്കാൻ. ശരി, എൻ്റെ കയ്യിൽ ഇച്ചിരി കൊള്ളരുതായ്മകളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഹാർട്ട് പ്യുവർ അല്ല, ബട്ട് ഐ വാണ്ട് ടു മേക്ക് മൈ ഹാർട്ട് പ്യുവർ. ശുദ്ധി പ്രാപിക്കാനുള്ള എന്തൊരു വ്യഗ്രത. 2 then 3 എന്ത് ധർമ്മരോഷം. അതെ, എന്ത് ധർമ്മരോഷം എന്ന് പറഞ്ഞാൽ ഭാര്യനെ ഇവിടെ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടെ രോഷം ഉണ്ടാവുന്നതാണോ? എന്ത് രോഷാന്ന് എഴുതിയേക്കുന്നത്? ധർമ്മരോഷം. അതായത് പാപത്തോടുള്ള പോരാട്ടത്തിൽ, തെറ്റിനോടുള്ള പോരാട്ടത്തിൽ എന്തൊരു ധർമ്മരോഷം. അതായത് ശരി, നോണയും കള്ളത്തരവും കാവട്ടും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഇനി വീണ്ടും ഞാൻ ആ പാപം ചെയ്യില്ല. പാപത്തോടൊരു വാർഫെയർ. എന്തൊരു ധർമ്മരോഷം. എന്ത് ഭയപ്പാടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും പേടിയാന്നോ അല്ല ലോകത്തെ പേടിയാന്നല്ല, ദി ഫിയർ ഓഫ് ദി ഗോഡ് ഈസ് ദി ബിഗിനിങ് ഓഫ്. എന്തൊരു ഭയപ്പാട്. നമ്മൾ ഐസിയ 66 വായിക്കുകയാണ്, ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഇസഹാക്കിനെ കുറിച്ച് ആര് പറഞ്ഞ ബിനു? പിതാവിന്റെ ഭയം. പിതാവെന്ന് പറഞ്ഞ പിന്നെ ആള് വെളിപ്പെട്ടു. എന്റെ പിതാവിന്റെ ഭയമായവൻ ആരെ പറഞ്ഞാരാ? ആരാ ബിനു? ഇത്രയും ക്ലൂ തന്നിട്ടെങ്കിൽ അറിയാൻ പാടില്ലെങ്കിൽ എക്സ്ക്യൂസ്. യാക്കോബ് നാച്ചുറലി. അപ്പൊ അവിടെ ഇസാഖിനെ കുറിച്ച് പറയുന്നത് എന്റെ പിതാവിന്റെ ഭയമായിരുന്നു. ഇവിടെ എഴുതിയേക്കുന്ന എന്തൊരു വായിച്ച് തീർന്നിട്ടില്ല. എന്തൊരു ഭയപ്പാട്, എന്ത് പ്രതീക്ഷ, എന്ത് ശുഷ്കാന്തി, എന്ത് നീതിവാഞ്ച. മതി. ഇത്രയും കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ പറയാണ് മൈ റിപ്പന്റൻസ് ഈസ് ഓൾ റൈറ്റ്, ഇറ്റ് ഈസ് ലീഡിങ് ടു സാൽവേഷൻ. നോ, യുവർ റിപ്പന്റൻസ് ഈസ് ഡ്യൂപ്ലിക്കേറ്റ്, നമ്പർ 1 ഡ്യൂപ്ലിക്കേറ്റ്. അത് ഇന്ന് നമ്മളോട് സത്യസന്ധരായ നമ്മൾ രക്ഷപ്പെടും. കാരണം ഇപ്പോൾ ഒരു ശരി ക്യാൻസർ പിടിച്ചിട്ട് ക്യാൻസർ ഉണ്ടെന്ന് അറിയാതിരിക്കുകയാണല്ലോ. ഇങ്ങനെ പറയാറുണ്ട്. ഇതിന് ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴാണ് പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അപ്പോൾ ഇതങ്ങ് അടുത്ത ദിവസം ആരാ പറഞ്ഞത്? 4th സ്റ്റേജിൽ അറിയുക ഏറ്റവും നല്ലത്. എൻ്റെ ചേച്ചിയാണ് പറഞ്ഞിരുന്നു. ഇത് 4th സ്റ്റേജിൽ അറിയുക ഏറ്റവും നല്ലത്. അതേ പ്രൈമറി സ്റ്റേജിൽ അറിയുകയാണ് നല്ലത്. പ്രൈമറി സ്റ്റേജിൽ പറഞ്ഞാൽ അത് റിമൂവ് ചെയ്താൽ പിന്നെ ഒരു ട്രീറ്റ്മെന്റ് പോലും വേണ്ട. അങ്ങനെയല്ലേ അല്ലേ ബിനു? അതെ, 4th സ്റ്റേജിൽ അറിയുകയാണ് നല്ലത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇത് സ്പിരിച്വൽ സെൻസിൽ നമ്മുടെ റിപ്പന്റൻസ് ഇത് ട്രൂ ആണോ എന്ന് മരിച്ചു കഴിഞ്ഞിട്ട് അറിയുകയാണോ നല്ലത്, ഇപ്പൊ അറിയുകയാണോ നല്ലത്? അപ്പൊ ഇപ്പൊ എങ്ങനെയാ ബിനു നമ്മുടെ റിപ്പന്റൻസ് ഈ ക്വാളിറ്റീസ് വെച്ച് ടെസ്റ്റ് ചെയ്യാതെ നമ്മുടെ റിപ്പന്റൻസ് ശരിയാന്ന് നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവം അപ്രൂവ് ചെയ്യണ്ട, വേണ്ട രാജ്യം. അതെയോ നമ്മൾ ശരിയാന്ന് നമ്മൾ തന്നെ പറഞ്ഞാൽ മതിയോ? അപ്പൊ നമ്മുടെ റിപ്പന്റൻസ് ശരിയാണെങ്കിൽ ഈ പറഞ്ഞേക്കുന്നത് ഒന്നോടെ വായിക്കും. അപ്പൊ 11 തുടങ്ങി. ദൈവികമായ ഈ ഖേദം എന്ത് തീഷ്ണത. ദൈവകാര്യങ്ങളിൽ തീഷ്ണതയില്ല. കർത്താവിന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെടുന്നത്. ഇതിനകത്ത് തീഷ്ണത ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ അടുപ്പിൽ വെള്ളം കോരി ഒഴിച്ചെന്ന് പറയുന്ന പോലെ ഉള്ളൂ. അടുപ്പിൽ വെള്ളം കോരി ഒഴിച്ചാൽ പിന്നെ തീ പിടിക്കുമോ? അപ്പൊ തീഷ്ണത ഇല്ലാത്തവരുടെ കാര്യം പോക്കായി ഫീൽഡിൽ. കാരണം ഇത് വേറെ ഫീൽഡുണ്ട്, മടിയന്മാർക്കുള്ള വേറെ ഒത്തിരി ഫീൽഡുണ്ട് ലോകത്തിൽ. ഇല്ലേ, ഒത്തിരി എങ്ങനെ പോയാലും കുഴപ്പമില്ലാത്ത ഫീൽഡുകളുണ്ട്. നോ പ്രോബ്ലം. ഇല്ല, ഇപ്പൊ ജോലിക്ക് പോയാൽ ശമ്പളം കിട്ടും, പോയില്ലെങ്കിലും കുഴപ്പമില്ല, ചെല്ലുന്ന ദിവസം കിട്ടും. അങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ ഒന്ന് ദൈവികമായി തീഷ്ണത, ശുദ്ധി പ്രാപിക്കാനുള്ള വ്യഗ്രത. അതായത് നമ്മൾ പല രീതിയിൽ ജീവിച്ചു, എന്നാൽ ദൈവവചനത്തിന്റെ സ്റ്റാൻഡേർഡിൽ എനിക്ക് എത്തിപ്പെടാനുള്ള വ്യഗ്രത. ധർമ്മരോഷം, പാപത്തോട്. കർത്താവിനെ കുറിച്ച് എന്താ നമ്മൾ വായിക്കുന്നത്? അവൻ നീതിയെ സ്നേഹിച്ചു. എന്തിനു വെറുതെ ബിനു? പാപത്തെ നിന്നാണ്. ഹീബ്രൂസ് 1:9. ബിനു ഒന്ന് പെട്ടെന്ന് വായിച്ചു, നമ്മുടെ സമയം. ഡ്യൂട്ടി ഉണ്ടോ? ഇല്ല. ഡ്യൂട്ടിക്കാരെങ്കിലും ഉണ്ടോ? 5 മിനിറ്റ് കടന്നു പോയതുകൊണ്ട് 5 മിനിറ്റ് ഉണ്ടോ? ഓക്കെ, പെട്ടെന്ന് വായിച്ചു ബിനു. 1:9 ഹീബ്രൂസ്. ബിനു അല്ല, ജൂണിക്കുണ്ടോ? ഡ്യൂട്ടി ഉണ്ടോ? ആ പാപത്തെ വെറുത്തുന്നാണോ? ദുഷ്ടത എന്ന് വെച്ചിവിടെ വൈഡ് സ്പ്രെഡാ. പാപം എന്നുള്ള മേ നോട്ട് ബി സിൻ ബട്ട് വിക്കറ്റ്നെസ്. അപ്പൊ നീതിയെ മുഴുവൻ വായിച്ചു ബിനു, പെട്ടെന്ന് വരും.
നീ നീതിയെ സ്നേഹിച്ചു ദുഷ്ടതയെ വെറുത്തു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം നിന്റെ സഖാക്കൾക്ക് ഉപരി ആനന്ദതൈലം കൊണ്ട് നിന്നെ അഭിഷേകിച്ചു. അപ്പൊ കർത്താവിന്റെ ജീവിതത്തിൽ ദുഃഖവും മൂഡ് ഓഫും എന്താ പറയുക തളർച്ചയും ക്ഷീണമൊന്നും ഇല്ലാതിരിക്കാൻ കാരണം എന്തായിരുന്നു? അതായത് നീതിയെ സ്നേഹിച്ചു ദുഷ്ടതയെ വെറുത്തു. അതുകൊണ്ട് ദൈവം എല്ലാവരെയൊക്കെ കൂടുതൽ സന്തോഷം കൊടുത്തു. നമുക്ക് പലപ്പോഴും സന്തോഷം കിട്ടാതെ മൂഡ് ഓഫ് ആകുന്നതിന്റെ റീസൺ നമ്മുടെ ഈ ധർമ്മരോഷം ഇല്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ ധർമ്മത്തിന് നീതിക്കും വേണ്ടി അന്യായം, കള്ളത്തരം, കാപട്യം അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു വലിയ ധർമ്മരോഷം ഉണ്ടെങ്കിൽ ദൈവം, കാരണം സന്തോഷം ദൈവം തരത്തുള്ളൂ. അല്ല നമുക്ക് ശരി ഇന്ന് തുടങ്ങി സന്തോഷമായിട്ട് ജീവിക്കുന്ന പറഞ്ഞാൽ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ശരി, ദുഃഖം എല്ലാം മാറി ഇന്ന് തുടങ്ങി ഞാൻ ഐ വിൽ ബി ഹാപ്പി എന്ന് പറഞ്ഞ് നടക്കുമോ? ദൈവം തന്നാലേ സന്തോഷം സമാധാനമുണ്ട്. സമാധാനം അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന എന്തൊരു ധർമ്മരോഷം, ശുദ്ധി പ്രാപിക്കാനുള്ള എന്തൊരു വ്യഗ്രത, എന്ത് ധർമ്മരോഷം, എന്ത് ഭയപ്പാട്, ഫിയർ ഓഫ് ദി ലോഡാ. കാരണം കർത്താവിന്റെ കണ്ണ് എപ്പോഴും തുറന്നിരിക്കുവാന്ന് നമ്മുടെ മേലുണ്ടെന്നും കർത്താവിനെ കാണിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്നും ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തു എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യം മാത്രമേ എല്ലാ സമയത്തും ചെയ്യാൻ പറ്റൂ. അതർവൈസ് യു ആർ നോട്ട് ഫിയറിങ് ഗോഡ്. ശരി, കർത്താവ് ദാവീദ് പറയും എൻ്റെ വലത് കൈപ്പാട്ട് കർത്താവുണ്ട്, വായിക്കുന്നില്ലേ? അതുകൊണ്ട് എൻ്റെ ജഡം സന്തോഷത്തിൽ വസിക്കും. ഇപ്പൊ കർത്താവ് എൻ്റെ കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് ദോസ് ആർ ഫിയറിങ് ഗോഡ്. അല്ലാത്തവർക്ക് ദൈവഭയം ഇല്ലാത്ത കള്ളന്മാരാ, സ്റ്റുപ്പിഡ്സാ. കാരണം കർത്താവിനെ കാണിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷെ കർത്താവ് അറിയുന്നുണ്ട്, പക്ഷെ കൺമുമ്പിലില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് ഫിയർ ഓഫ് ഗോഡ്. ഫിയർ ഓഫ് ഗോഡ് ആണ് ആത്മീയ ജീവിതത്തിന്റെ എന്ത് LKG. ഫിയർ ഓഫ് ദി ലോഡ് ഈസ് ദി ബിഗിനിങ്. ഫിയർ ഓഫ് ദി ലോഡിൽ പിന്നെ ഒന്നുമില്ല, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, എല്ലാം തീർന്നു. അപ്പൊ ഇവിടെ എന്തൊരു ഭയപ്പാട്, എന്ത് പ്രതീക്ഷ. കാരണം ഇങ്ങനെ ജീവിക്കുന്ന എക്സ്പെക്ടേഷൻ, നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താ? അതായത് വരാനിരിക്കുന്ന ലോകത്തില. അപ്പൊ ട്രൂ ആയിട്ട് റിപ്പൻറ്റൻസും സാൽവേഷനും വരുന്ന ഒരാൾക്ക് പൗലോസ് പറയുന്ന പോലെ വർത്തമാനകാലത്ത് ദുരിതങ്ങൾ ഇറ്റ്സ് നത്തിങ്. ഇഹത്തിലെ ദുരിതങ്ങൾ സാരമില്ല. നമ്മൾ പാടാറൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന എന്തൊരു പ്രതീക്ഷ, നോട് എന്തും വരട്ടെ, നോ ഐ ജസ്റ്റ് വാണ്ട് ടു ലീവ് ഹിയർ. ഉണ്ണാനും ഉടുക്കാനുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി. അതായത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ട്, താമസിക്കാനും ഒരു വീടും ഉണ്ട്. ഇനി അപ്പുറത്തേക്ക് ഇനി ഒരു വീടോടെ വേണം. അല്ലെങ്കിൽ ഇനി ഞാൻ ഇവിടുന്ന് റിട്ടയർമെന്റ് ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇനി അതൊരു ഫിക്സഡ് റിട്ടേൺ വേണം. വയസ്സായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ജീവിതത്തെ ഇത് കോൺകർ ചെയ്തേക്കുവാണെങ്കിൽ രക്ഷയുണ്ടോ? അത് ഇത്തിക്കണ്ണി പിടിച്ചേക്കുന്ന പോലെ ആയിരിക്കും. അത് മരത്തെ ഉണക്കിയിട്ടേ അത് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന കാരണം ഈ വാർദ്ധക്യത്തെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമുണ്ട്. രാജു എന്താ വാഗ്ദത്തം, എന്താ ദൈവത്തിന്റെ, എന്താ ബെറ്റ്സി? അതെ, ദൈവം പറഞ്ഞേക്കുന്നത് നിന്നെ ഞാൻ തലയിൽ വെച്ച് വഹിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നുവരെയാ? മരണം വരെ. അപ്പോ അതായത് ഈ കർത്താവിൽ, ഈ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക്, കർത്താവിൽ നിന്നുള്ള ട്രൂ ആയിട്ട് റിപ്പൻറ്റൻസ് ചെയ്ത് കർത്താവിൽ വന്ന ഒരാൾക്ക് വയസ്സാകുമ്പോൾ പിള്ളേർ നോക്കുമോ, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് വിടുവോ, ഇനി കഞ്ഞി തരുമോ, എന്തായിരിക്കും എൻ്റെ ഗതി? ലോഡ് ഈസ് എ പ്രൊട്ടക്ടർ. എനിക്ക് എൻ്റെ അന്ത്യത്തെക്കുറിച്ച് യാതൊരു പേടിയില്ല. പിള്ളേർ നോക്കുമോ, എവിടെ നോക്കുന്നു, ബിക്കോസ് ലോഡ് ഈസ് മൈ പ്രൊട്ടക്ടർ. ഈ ജസ്റ്റ് അത് ഇൻസിഡൻ്റായിട്ട് ഐസിയ 46 വായിക്കുമ്പോൾ ടോപ്പിക് ഞാൻ ക്ലോസ് ചെയ്യാനാണ്. ഐസിയ 46 പെട്ടെന്ന് വായിച്ചു രാജു, പെട്ടെന്ന് വായിച്ചു. എൻ്റെ സ്റ്റാർട്ടിങ് മൂന്ന് തുടങ്ങി വായിച്ചാൽ മതി. ഐസിയ 46 പേജ് 843. യാക്കോബിന്റെ ഭവനമേ, ഇസ്രായേലിന്റെ ഭവനത്തിലെ ശിഷ്ടഭാഗം മുഴുവനുമേ നിങ്ങൾ എന്നെ ശ്രവിക്കൂ. എന്നെ ശ്രവിക്കുന്ന ദൈവം പറഞ്ഞ് നമ്മൾ ശ്രവിക്കൂ. നിങ്ങളുടെ ജനനം മുതലേ ഞാൻ നിങ്ങളെ കൊണ്ടു നടന്നു. ഗർഭപാത്രത്തിൽ നിന്നും നിങ്ങളെ സംഭവിച്ചു. നിങ്ങളുടെ വാർദ്ധക്യത്തിലും ഞാനായിരിക്കും അവൻ. നിങ്ങൾക്ക് തല അരയ്ക്കുമ്പോഴും ഞാൻ നിങ്ങളെ സംവഹിക്കും. ഞാൻ ഉണ്ടാക്കി, ഞാൻ ചുമക്കും. ഞാൻ നിങ്ങളെ സംവഹിച്ച് രക്ഷിക്കും. നിങ്ങൾ ആരോട് എന്നെ ഉപമിക്കും? അതെ, അവിടെ ദൈവം ചോദിക്കുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജനനം മുതലേ ഞാൻ നിങ്ങളെ കൊണ്ടു നടന്നു. ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളെ സംവഹിച്ചു. നിങ്ങളുടെ വാർദ്ധക്യത്തിലും ഞാനായിരിക്കും അവൻ. നിങ്ങൾക്ക് തല നരയ്ക്കുമ്പോഴും ഞാൻ നിങ്ങളെ സംവഹിക്കും. ഞാൻ ഉണ്ടാക്കി, ഞാൻ ചുമക്കും. There is no need to fear about the old age, provided if your repentance is right. അല്ലെങ്കിൽ പേടിയായിരിക്കും, കാരണം രക്ഷിക്കപ്പെട്ടു, അതൊക്കെ ശരി. ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലേ, കാര്യമൊക്കെ ശരി എന്നാലും, കേട്ടില്ലേ, കാര്യം അങ്ങനെയൊക്കെ എഴുതിയില്ല, കാര്യമൊക്കെ ശരി എന്നാലും ഇത് മാനസാന്തരപ്പെടാത്തവനാ.
അല്ലെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ടില്ല, ബേസിക് ഇല്ലെന്നല്ല, എന്നാലും വിശ്വാസത്തിൽ എത്തിപ്പെട്ടിട്ടില്ല ഈ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് എന്താ? ദൈവികം എന്ത് ധർമ്മരോഷം, എന്ത് ഭയപ്പാട്, എന്ത് പ്രതീക്ഷ. കാരണം ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു വറീസും ഇല്ല. കാരണം പ്രതീക്ഷ കർത്താവിന്, എക്സ്പെക്ടേഷൻ ഇൻ ദി ലോർഡ്. ദൈവത്തിലെ പ്രത്യാശ, ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവന്, ദൈവത്തെ ഭയപ്പെടുന്നവൻ വേറെ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നോ, ജോലി പോകുന്നതിനെ കുറിച്ച്, ജോലി ഇല്ലാതാകുന്നതിനെ കുറിച്ച്, ഒന്നിനെ കുറിച്ച് ലോർഡ് ഈസ് അവർ പ്രൊട്ടക്ടർ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് സാൽവേഷൻ എന്ന് പറയുന്നതിനകത്ത് അത് മരുഭൂമിയിൽ മന്ന കൊടുത്തതിനകത്ത് ഇൻവോൾവ് ആണ്, അവരുടെ വസ്ത്രം കീറാത്തത് ഇൻവോൾവ് ആണ്, അവരെ കാനാനിൽ എത്തിക്കും വരെ വഹിച്ചത് എല്ലാം സാൽവേഷനിൽ. ഇത് ഓൾ കവറുള്ളൊരു ഇൻഷുറൻസ് പദ്ധതിയാണ് ദൈവത്തിൻ്റെ സാൽവേഷൻ. ഈ ഹീബ്രൂ 7:25 എടുക്കണ്ട, സത്യവേദ ദിവസത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ, റൈറ്റ് വേർഡ്, ഈ ചെറിയ ചില, അതെ അത് വായിച്ച് ജൂണി പെട്ടെന്ന് വായിച്ചു 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. വേറെ ട്രാൻസ്ലേഷൻ ഒന്നും ഇങ്ങനെയില്ല, ഉണ്ട് ഇംഗ്ലീഷിലുണ്ട്, ബട്ട് ആ പൂർണ്ണമായി എന്നുള്ള മീനിങ് നമുക്ക് അതുപോലെ കിട്ടത്തില്ല. അതിനൊക്കെ പവർഫുൾ ഇംഗ്ലീഷിൽ ടു ദി അട്ടർമോസ്റ്റ് എന്നാ. അപ്പോൾ ഈ കർത്താവിലേക്ക് വന്നിരിക്കുന്നത് ഓൾ കവർ ഇൻഷുറൻസാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഈ ചില ഇൻഷുറൻസ് ഇല്ല, ഇവിടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ്, വണ്ടി ഇടിച്ചാൽ കവർ കിട്ടത്തില്ല. കിട്ടുമോ? തേർഡ് പാർട്ടി ഇൻഷുറൻസുകാർക്ക് വണ്ടിയില്ല, ആൾക്കാർക്ക് മാത്രമേ കവറേജ് ഉള്ളൂ. ഇത് ഓൾ കവർ ഇൻഷുറൻസ്. ക്രിസ്തു യേശുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ ക്രിസ്തു യേശുവിലൂടെയുള്ള രക്ഷ ഇറ്റ്സ് നോട്ട് 99%. അതുകൊണ്ട് ഈ രക്ഷ നമ്മൾ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി പിശാച് ഓൾ ഔട്ട് എഫേർട്ടിൽ നടക്കുന്നത്. നമ്മെ സമ്പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ അവൻ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, എന്തൊരു വ്യഗ്രത, എന്തൊരു പ്രതീക്ഷ. അപ്പൊ ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ അവസാനം എഴുതിയിരിക്കുന്ന സാധനം ഉണ്ടായിരിക്കും. അവസാനം എഴുതിയിരിക്കുന്ന അടുത്ത് എന്താ? എന്തൊരു ശുഷ്കാന്തി. അപ്പൊ ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടോ ബിനു? എങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക? ഏത് ചോദിച്ച ഉത്തരം പറയില്ല, അത് വലിയൊരു കഷ്ടം. എങ്ങനെ ബിനു? നമ്മുടെ ഈ ട്രൂ റിപ്പൻറ്റൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടി, ട്രൂ റിപ്പൻറ്റൻസ് അല്ലേ നോക്ക്. ഈ ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജിൽ അറിയുവാണോ നല്ലത്, ഫോർത്ത് സ്റ്റേജിൽ അറിയുവാണോ നല്ലത്? അപ്പൊ നമ്മളൊന്ന് ജഡ്ജ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം കള്ള സാധനമാണോ അതെയോ പാസ്സാകുന്ന സാധനമാണോ എന്ന്. ശരിക്കും പണ്ടത്തെ കാലത്ത് 500-ന്റെ നോട്ട് ഇറങ്ങിയപ്പോഴേ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു മെഷീനകത്തേക്ക് വയ്ക്കുമായിരുന്നു, കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ആ മെഷീൻ പാസ്സാക്കിയില്ലെങ്കിൽ സംഗതി പോയി എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഈ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ കള്ളത്തരാ. കാരണം ലോകത്തിൽ മുഴുവൻ കള്ളത്തര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 21st സെഞ്ചുറി, നോഹിന്റെ കാല, സ്വതം ഗോമറയുടെ കാല. 8 പേരെ രക്ഷപ്പെട്ടുള്ളൂ. അതുകൊണ്ട് 8 പേര് എന്നുള്ളതല്ല, ഫ്യൂ വിൽ ബി സേവ്ഡ്. അപ്പൊ എന്നിട്ട് അവസാനം ഈ മാനസാന്തരത്തിന്റെ അവസാനത്തെ ക്വാളിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താ രാജ്യം? 11ന്റെ അവസാനം എന്തൊരു പ്രതീക്ഷ. അടുത്തത് അത് ശുഷ്കാന്തി ലാസ്റ്റ്. അല്ല, എന്ത് നീതി വാഞ്ച. അപ്പൊ ഈ ശുഷ്കാന്തി, നീതി വാഞ്ച. നീതി നമ്മൾ വായിച്ചത്, അവൻ ദുഷ്ടതയെ വെറുത്തു, നീതിയെ സ്നേഹിച്ചു, ദുഷ്ടതയെ വെറുത്തു. എന്നിട്ട് അപ്പൊ ഈ ശുഷ്കാന്തിയാണ് ഒരു പുറത്തേക്ക് വരുന്ന ക്വാളിറ്റി. ശുഷ്കാന്തിയുടെ കാര്യം ചോദിച്ചിട്ട് ബിനുവും പറഞ്ഞില്ല, യൂണിയും പറഞ്ഞില്ല, ആരും പറയുന്നില്ല. അതിന്റെ അർത്ഥം എന്താ രാജ്യം? ശുഷ്കാന്തി ഇല്ലെന്നല്ല, ദേ ആർ നോട്ട് കോൺഫിഡന്റ് ഓഫ് ദെയർ ആ ക്രിസ്ത്യൻ ക്വാളിറ്റിയിൽ അത്ര ഉറപ്പില്ല. ഉറപ്പുണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞൂടെ? എങ്ങനെ ബിജൻ? അല്ലെന്ന് ഇല്ലാന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ്. അറ്റ് ദി സെയിം ടൈം ഐ വിൽ ബിക്കം. അല്ലെന്ന് ഞാൻ പറഞ്ഞേ. കാരണം ഈ ഒരു കാര്യത്തിൽ മാത്രം ഹ്യൂമിലിറ്റി കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. രാജു പ്രാർത്ഥിച്ചു. സമ്പൂർണ്ണ സ്വർഗീയതാവേ ദൈവമേ, ഒരു ദിവസം കർത്താവെ ദൈവാനും ലഭിച്ച ഭാഗ്യത്തിന് നന്ദി പറയുന്ന കർത്താവെ, ദൈവമേ അടിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ വചനം കർത്താവെ അടിങ്ങൾ കേൾക്കുവാനും അതിന് ജീവിക്കാനൊക്കെയുള്ള ഭാഗ്യം തരണം കർത്താവെ. ദൈവമേ കൂടി വരുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം കർത്താവെ, അനുഗ്രഹത്തിന് എത്തിക്കണം കർത്താവെ. ദൈവത്തിന്റെ കർത്താവ് കൂടുതൽ വചനം കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും ഒക്കെ ഉള്ള ബുദ്ധിയും ജ്ഞാനവും കഴിവും കർത്താവ് തരണമെന്ന് യാചിക്കുന്നു കർത്താവെ. കേട്ട വചനം കർത്താവെ മനസ്സിൽ കർത്താവെ അത് 100 മീനിയായിട്ട് വിളവെന്ന് കർത്താവെ അത് പ്രവൃത്തിയിൽ കർത്താവെ ജീവിക്കാനൊക്കെ ഉള്ള കഴിവും ബുദ്ധിയും തരണമെന്ന് യാചിക്കുന്നു. എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സകലവാടികൾക്ക് വിജയം ശേഷം നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ഇത്